ചെയ്തത് വളരെ ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എന്റെ പേരായി യേശു ചൊരിഞ്ഞത് നിത്യസ്നേഹമേ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, അടിക്കപ്പെട്ടവരായി തകർക്കപ്പെട്ടവരായി ഉൾക്കിഴികളും തലയിൽ ചൂടി നമുക്ക് വേണ്ടി കൈകൾ വിളിച്ച് കിടക്കാൻ പോകുന്നു. ഇന്ന് പകൽക്കാലം എന്റെ മേൽ പകർന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദി. ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മാറ്റുവാൻ ഒന്നിനും സാധിക്കത്തില്ല. കഷ്ടതയോ പട്ടിണിയോ അനർത്ഥതയോ ആപത്തോ വാളോ കള്ള സഹോദരന്മാരോടുള്ള അല്ലെങ്കിൽ എന്ത് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും കർത്താവേ, ഇന്നത്തെ കാലവും പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയുകയാണ്, അവിടുത്തെ സ്നേഹത്തിന് ഞങ്ങളെ മാറ്റാൻ പറ്റത്തില്ല. ആ കരകന്മാരോട് ചേർത്ത് ഒരിക്കൽ കൂടെ എല്ലാ കണ്ണുകളും അടച്ച് കർത്താവിന്റെ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എന്റെ പേരായി യേശു ചൊരിഞ്ഞത് നിത്യസ്നേഹമേ. എന്തു ജനമൊരുമിച്ച് പാടിക്കണം ശബ്ദമുയർത്തി. ആരും പറഞ്ഞിട്ട് വേണ്ട നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്. ജീവനുള്ളവരുടെ ദേശത്ത് നമ്മൾ ഒരുമിച്ചിരുന്ന കർത്താവിനെ സ്തുതിക്കുവാൻ വേണം. ഇന്ന് പകലിൽ കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് സ്തോത്രം കരയറ്റാം. ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവയുടെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തുന്നു. അവിടുത്തെ സാന്നിധ്യം വേണ്ടി ഞങ്ങൾ തന്നെ വിരിക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം ദൈവം മാനിക്കണമേ. പ്രാർത്ഥന കേൾപ്പിക്കാൻ നന്ദി. യേശു ക്രിസ്തുവിന്റെ നമ്മുടെ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവത്തിന്റെ സ്നേഹത്തിനായിട്ട് കരുണയ്ക്കായിട്ട് നന്ദിയോടെ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. അല്ലെങ്കിൽ എത്ര സന്തോഷമായിരിക്കുന്നു. എല്ലാ കരങ്ങളും ശക്തിയോടെ ഒരു ദൈവത്തെ സ്തുതിക്കുന്നവർക്ക് ഉചിതമല്ലോടെ ദൈവത്തിന്റെ വചനം പറയുന്നു. അല്ലെങ്കിൽ വളരെ വേഗത്തിൽ കടന്നു പോകട്ടെ. ഇന്ന് കടന്നു വന്ന എല്ലാ ദൈവജനത്തോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നടുവിൽ പുതുതായി കടന്നു വന്ന സഹോദരൻ രണ്ടുപേരും വന്നിട്ടുള്ള ഒരാളെ വന്നിട്ടുള്ളൂ.
അല്ലെങ്കിൽ തുടർന്ന് നമ്മൾ വളരെ വേഗം കഴിഞ്ഞ ആഴ്ച തുടങ്ങി വെച്ച ദൈവവചനത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ രൂത്തിന്റെ പുസ്തകമാണ് തുടങ്ങിയത്. എത്ര പേർക്ക് അത് അനുഗ്രഹമായിരുന്നു? ആമേൻ. കഴിഞ്ഞ ആഴ്ച നമ്മളത് തുടങ്ങി. കർത്താവ് നമ്മെ നയിക്കുന്നത് പോലെ ഇതിൽ കൂടെ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രൂത്തിനെ കുറിച്ച് എത്ര പേർ വീട്ടിൽ പോയി വായിച്ചു? ആ പുസ്തകം എത്ര പേർ വീട്ടിൽ പോയി വായിച്ചു? ആമേൻ. ഹല്ലേലൂയ. വായിച്ചവർക്കാണ് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എല്ലാവരും കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. ഇല്ലാത്തവര് ആ പുസ്തകം വീട്ടിൽ പോയി വായിക്കുക. അതിന്റെ 1-ാമത്തെ വാക്യമാണ് നമ്മൾ തുടങ്ങി വെച്ചത്. അവിടെ ഇങ്ങനെ കണ്ടു. ഹല്ലേലൂയ. ആ 1-ാമത്തെ വാക്യം വായിച്ചാൽ രൂത്തിന്റെ പുസ്തകം. മതി. ശ്രദ്ധിച്ചേക്കണം, നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം കഴിഞ്ഞിട്ടുള്ള പുസ്തകമായിട്ടാണ് രൂത്തിന്റെ പുസ്തകം കാണുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ അവസാനം എഴുതി വെച്ചിരിക്കുന്നു, അവർക്കൊരു രാജാവില്ലായിരുന്നത് കൊണ്ട് ജനം താന്താങ്ങൾക്ക് ബോധിച്ച രീതിയിൽ ജീവിച്ചു. അതിനുശേഷമാണ് രൂത്തിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുന്നതും ക്ഷാമം ഇസ്രായേലിൽ ഉണ്ടായപ്പോൾ, ബേത്ലഹേമിൽ ഉണ്ടായപ്പോൾ അവിടെ നിന്നൊരു കുടുംബം മോവാബിലേക്ക് പാലായനം ചെയ്തത് നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് തന്റെ ജനത്തെ കുറിച്ച് വലിയ പദ്ധതികളാണുള്ളത്. അത് എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല കർത്താവ് ചിന്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്റെ ജനത്തെ നയിക്കുവാൻ കാലാകാലങ്ങളിൽ ദൈവിക അഭിഷിക്തന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ന്യായാധിപന്മാരുടെ കാലം വരുമ്പോൾ ജോഷുവയുടെയും ശമൂവേലിന്റെയും കാലഘട്ടത്തിനിടയിലുള്ള ന്യായാധിപന്മാരുടെ കാലഘട്ടം വ്യത്യസ്തമായ ഒരു കാലഘട്ടമായിരുന്നു. അവർക്ക് രാജാവില്ലായിരുന്നു. അവിടെ ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യാനുണ്ടായിരുന്നു. അതിനു മുമ്പ് പുരോഹിതന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഒരു ആത്മീയ ശുശ്രൂഷയുടെ മാറ്റം നിങ്ങൾ കണ്ടോ? ദൈവം തന്റെ ജനത്തോടൊപ്പം വസിക്കുവാൻ വേണ്ടി ഒരു കൂടാരം മരുഭൂമിയുടെ നടുവിൽ അടിക്കുമ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം തനിച്ചു പാർക്കുന്ന ഒരു ജനവും അവരുടെ നടുവിൽ വാസം ചെയ്യുന്ന ജീവനുള്ള ഒരു ദൈവവുമായിരുന്നു. എന്നാൽ ജനം സാധാരണ ജാതികളുമായി ഇടകലർന്നപ്പോൾ അവർക്ക് ദൈവത്തിൽ നിന്നും അവരുടെ ശ്രദ്ധ കേന്ദ്രീകൃതമായിട്ടുള്ള കാര്യങ്ങൾ മാറി അവർ അന്യദേവന്മാർക്ക് ധൂപം കാട്ടുവാനും അന്യദേവന്മാരെ ആരാധിക്കുവാനും പോയി. വിശ്വാസത്തിൽ കടന്നു വരുമ്പോൾ ഭയങ്കര ആഴമായ തീക്ഷ്ണതയോടെ കടന്നു വന്നവർ കാണാം. എന്നാൽ അല്പകാലം കഴിയുമ്പോൾ സഭയ്ക്കകത്ത് വന്ന് വീണ്ടും പഴയതുപോലുള്ള അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ മറന്നു പോകരുത്, ദൈവം ആഗ്രഹിക്കുന്നതിൽ നിന്നും നിങ്ങൾ വ്യതിചലിച്ചു മാറുകയാണ്. സ്തോത്രം. സ്തോത്രം ചെയ്താട്ടെ. അപ്പോൾ ദൈവം ജനത്തിന്റെ നടുവിൽ വസിക്കുവാൻ ആഗ്രഹിച്ചപ്പോഴും ജനം അവരുടെ ഇഷ്ടപ്രകാരം നടക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ നോക്കിക്കേ, അവർ അത്ഭുതം കണ്ടവരാ, അവർ ചെങ്കടലിൽ പിളർക്കുന്നത് കണ്ടവരാ, അവർ മന്ന ഭക്ഷിച്ചവരാ, കാടപ്പക്ഷികളെ അവർക്ക് ലഭിച്ചതാ. ഹല്ലേലൂയ. മോശയിൽ നിന്നും അത്ഭുതങ്ങൾ ദൈവം നേരിട്ട് ചെയ്തത് കണ്ട ഈ ജനം വീണ്ടും പിറുപിറുപ്പോടെ അവർ സ്വന്തം ഇഷ്ടങ്ങളിലേക്ക് തിരിഞ്ഞപ്പോൾ ഹല്ലേലൂയ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്നും അടുത്ത് ന്യായാധിപന്മാരുടെ ഒരു ശുശ്രൂഷയിലേക്ക് കാര്യം ചെന്നെത്തുകയാണ്. അവർക്ക് യുദ്ധങ്ങൾ ജയിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി പിന്നീട് ഉണ്ടായത് അനേക ന്യായാധിപന്മാർ, ഏകദേശം 14 ന്യായാധിപന്മാരോളം വചനത്തിൽ ശമൂവേൽ പ്രവാചകൻ ഉൾപ്പെടെ കാണപ്പെടുന്നുണ്ട്. ശമൂവേലിന് മുമ്പ്. ഹല്ലേലൂയ. അപ്പോൾ 13 ന്യായാധിപന്മാരും ഒരു സ്ത്രീയും ആ പുസ്തകത്തിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണുന്നു. സ്ത്രീയുടെ പേരെന്തോ നിങ്ങൾക്ക് ആർക്കും അറിയാമോ? ദെബോറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ദെബോറയെ ദൈവം കൊണ്ടുവന്നത് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിവില്ലാത്ത ഒരു കൂട്ടം ജനം ഉണ്ടായപ്പോൾ ആ ഒരു സ്ത്രീയെ അവിടെ ദൈവം എഴുന്നേൽപ്പിച്ചത്. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ മുഖവശം എന്താണെന്നുള്ള മനസ്സിലായോ? പുരുഷനെന്നോ സ്ത്രീയെന്നോ ദൈവത്തിന് ഭേദമില്ല. ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ആര് ഇറങ്ങിത്തിരിക്കുമോ അവരെ ദൈവം ഉപയോഗിക്കുവാൻ ഇടയായിത്തീരും. ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാണോ? ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ തയ്യാറായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ന്യായാധിപന്മാരുടെ കാലത്ത് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പൊ ഞാൻ വചനം തുടങ്ങുന്നത് എങ്ങനെ? ഒന്നോടൊന്ന് വായിച്ചു, നിങ്ങൾക്ക് ആ വചനത്തിന്റെ ആളൊന്ന് മനസ്സിലാക്കണം. ഒന്നോട് വായിച്ചു. മതി. ആ വാക്ക് കേട്ടോ, യഹൂദിയിലെ ബേത്ലഹേമിലുള്ള ഒരാൾ. അവിടെ ഒരു ക്ഷാമം ഉണ്ടായി. ഒരാളെന്ന് പറയുമ്പോൾ
വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തല്ല അത് പറയുന്നത്. പക്ഷെ പിന്നത്തേത് നമ്മൾ കാണുമ്പോൾ ആ വ്യക്തിയെ പോലും ദൈവത്തിന്റെ അനുഗ്രഹത്തിനായി ആ കുടുംബത്തെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സ്തോത്രം. ഓരോ സാഹചര്യങ്ങളുടെ നടുവിലും ഓരോ കാലഘട്ടങ്ങളുടെ നടുവിലും അനേക പ്രതികൂലങ്ങളും പ്രതിസന്ധികളിലും ജനം കടന്നു പോകുമ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നവരുമുണ്ട്. ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നവരുമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ എലീമലേക്ക് എന്നുള്ള പേരിന്റെ അർത്ഥം എന്താ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? ദൈവം രാജാവ്. അപ്പോൾ ഇവന്റെ അമ്മയും അപ്പനും ഒക്കെ നല്ല ആത്മീയമായിട്ടുള്ള ആൾക്കാരായിരിക്കണം അല്ലേ? എന്റെ ദൈവം രാജാവ് എന്ന് പറഞ്ഞ് അവര് പേരിടണമെങ്കിൽ അവർ ആത്മീയമായി അത്രമാത്രം ഉയർന്ന അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കണം. പക്ഷെ അവന്റെ ജീവിതത്തിൽ അവന് ലഭിച്ച നവോമി, അവന് ലഭിച്ച മക്കളായ മഹോൽ, കില്ലിയോൻ, ഇവരുടെയൊക്കെ ജീവിതം എടുത്ത് നോക്കുമ്പോൾ പിന്നത്തേതിൽ വലിയ തകർച്ചയിലേക്ക് കടന്നു പോവുകയാണ്. ആത്മീയ കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തി പിന്നത്തേതിൽ ഒരു തകർച്ചയിലേക്ക് മാറ്റപ്പെടണമെങ്കിൽ അതിന്റെ പിറകിൽ ദൈവത്തിന്റെ കരമല്ലാതെ വേറൊന്നുമല്ല. സ്തോത്രം. പലപ്പോഴും നമ്മൾ പിശാചിനെ കുറ്റം പറയാറുണ്ട്. പലപ്പോഴും നമ്മൾ പിശാചിന്റെ പ്രവർത്തികളെ കുറിച്ച് പറയാറുണ്ട്. പിശാച് പ്രവർത്തിക്കും, അവന്റെ പ്രവർത്തികളെ അഴിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നവരല്ല. പക്ഷെ വചനം പറയുന്നു പാപം സകലവിധ ദോഷത്തിന് കാരണമായി തീരും. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരം കൊടുത്തിട്ടൊന്ന് പറ, നമ്മളെ യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതുകൊണ്ട് ഇന്ന് പകൽക്കാലം പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. സ്തോത്രം. ഇത് അവരുടെ കരുണയാണ്. മനസ്സിലാക്കുന്നോ? അപ്പൊ പാപമാണ് എല്ലാത്തിന്റെയും മൂല കാരണം. പാപം കാരണമാ ഏതിൽ നിന്ന് ആദാമും ഹവ്വയും പുറത്തായത്. പാപം മുഖാന്തരമാണ് നോഹയുടെ കാലത്ത് ജലപ്രളയ മുഖാന്തരമായി ഈ ജനത്തെ നശിപ്പിച്ചു കളഞ്ഞത് അല്ലെ? പാപം മുഖാന്തരം ദാവീദിന്റെ ജീവിതത്തിനകത്ത് ശിക്ഷ കടന്നു വരുന്നു. അപ്പോൾ ഒരു വശത്ത് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ അവൻ പാപം ചെയ്തപ്പോൾ ദൈവം അവനിൽ നിന്ന് മാറിപ്പോയി. ആ പാപം ചെയ്യുന്ന വ്യക്തിയെ ദൈവം തള്ളിക്കളയുകയല്ല ചെയ്യുന്നത്. അവിടെ അല്പസമയം ദൈവത്തിന്റെ പാപത്തോട് അടുത്ത് വരാൻ പറ്റത്തില്ല. പാപം ചെയ്ത ഒരു വ്യക്തിയുടെ കൂടെ അവന് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ ദൈവം ഒരു വ്യക്തിയിൽ കടന്നു വരുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവൻ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സകല സത്യത്തിൽ നിങ്ങളെ നടത്തേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട സഭയായി നമ്മൾ ആയിരിക്കുമ്പോൾ നാം പാപത്തിൽ നിന്നും വേർപെട്ടൊരു ജനമാണ്, തനിച്ചു പാർക്കുന്ന ഒരു ജനമാണ്. ഈ ലോകത്തോട് നമ്മൾ അനുരൂപപ്പെടുന്നില്ല. നിങ്ങൾക്കറിയാമോ, യേശു കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയെന്നറിയാമോ? ആ വാക്യത്തിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ലോകത്തിൽ നിന്ന് നമ്മളെ ദൈവം സെപ്പറേറ്റ് ചെയ്തു, വേർതിരിച്ചു. എന്തിനു വേണ്ടിയാ? ഈ ലോകത്തെ നേടാൻ വേണ്ടി. ഈ ലോകത്തിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് പോലും ഈ ലോകത്തെ നേടാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ ലോകത്തിന്റെ മോഹത്തിൽ ജീവിച്ച് ഈ ലോകക്കാരോട് സമരൂപരായി ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്ത് ഈ ലോകത്ത് ജീവിച്ചാൽ ഒരു വ്യക്തിയെ പോലും യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളെ ഞാൻ സെപ്പറേറ്റ് ചെയ്തു, നിങ്ങളെ മാറ്റി. പഴയ നിയമത്തിൽ ആ സമാഗമന കൂടാരത്തിന്റെ ചുറ്റും പാളയം അടിച്ചിരിക്കുന്ന ഈ ജനത്തെ കണ്ട് വിലയം വിളിച്ചു പറയുക, തനിച്ചു മാറുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ ഇവരെണ്ണപ്പെടുന്നില്ല. അപ്പോൾ തനിച്ചു പാർക്കുന്ന ജനത്തെ തൊടുവാൻ പിശാചിനാവത്തില്ല. ദൈവത്തോട് ചേർന്ന് വസിക്കുന്ന വ്യക്തിയെ തൊടുവാൻ പിശാചിനാവത്തില്ല. എന്നാൽ പിശാചിന്റെ പദ്ധതി ഒന്ന് മാത്രമാണ്, ദൈവത്തിൽ നമ്മളെ അകറ്റുക. അതിനുവേണ്ടി വ്യക്തമായ ചില കാര്യങ്ങളെ അവൻ മുമ്പിൽ കൊണ്ടുതരും. ഒന്നുകിൽ ഭയങ്കര ബിസിയാക്കി കളയും നമ്മൾ പിന്നെ ജോലിക്കകത്ത് അങ്ങ് ഫുൾ മുഴുകിയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്റർടൈൻമെന്റിനകത്ത് മുഴുകിയിരിക്കും, അല്ലെങ്കിൽ കുറ്റം പറയുന്നതിനകത്ത് മുഴുകിയിരിക്കും. ഇതെല്ലാം പറഞ്ഞിട്ട് ഞായറാഴ്ച വന്ന് ആരാധിക്കാനൊക്കെ ദൈവസാന്നിധ്യം കാണത്തില്ല. സ്തോത്രം. ഈ ഞായറാഴ്ച രാവിലെ ആരാധിക്കുന്നത് മാത്രമല്ല ആരാധന. നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ വിളിച്ച് വേർതിരിച്ച സമയം മുതൽ ഓരോ ദിവസവും ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോഴാണ് ദൈവിക വിശുദ്ധിയിൽ നീ ആയിത്തീരുന്നത്. എത്ര ദൈവത്തിന് സ്തോത്രം കരയുന്നു. നമ്മളോട് ഞായറാഴ്ച രാവിലെ വരുമ്പോൾ നമ്മളത് വിശുദ്ധമായി കാണും. ഞായറാഴ്ച രാവിലെ വന്ന് നമ്മൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യും. ഞായറാഴ്ച രാവിലെ വന്ന് നമ്മളെ കൈയൊക്കെ വീശി കണ്ണുമൊക്കെ അടച്ച് സ്തോത്രം ചെയ്ത് 10 പേരെ കാണിച്ച് മടങ്ങിപ്പോകും. എന്നാൽ അതിനുശേഷമുള്ള ജീവിതം, അടുത്ത ഞായറാഴ്ച വരെ നിന്റെ ജീവിതം എങ്ങനെയായിരിക്കുന്നോ അതാ നീയും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കേന്ദ്രീകൃതമാക്കുന്നത്, ഉറപ്പിക്കുന്നത്. എത്ര ദൈവത്തിന് സ്തോത്രം കരയുന്നു. അപ്പോൾ ഇവിടെ ഈ കാലഘട്ടത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളുണ്ട്. അവർ ജാതികളുടെ ദേവന്മാരിൽ ഇഷ്ടപ്പെട്ടു. അവർ അന്യ ദേവന്മാരെ ആരാധിക്കുവാൻ പോയി.
നമുക്ക് പലപ്പോഴും നമ്മുടെ ഭവനത്തിനകത്ത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ ഏത് കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എത്ര രുചികരമായിട്ടുള്ള ആഹാരമാണെങ്കിലും കഴിക്കത്തില്ല. വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഏത് പന്ന സാധനം കിട്ടിയാലും അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാരണം വീട്ടിനകത്ത് എന്തുണ്ടാക്കുന്നോ എന്നുള്ളതല്ല അവരുടെ പ്രശ്നം. അവർ ലോകക്കാരോട് ഇറങ്ങിച്ചെന്ന് സമത്വമാകുമ്പോൾ അവരുമായിട്ടുള്ള ഇഷ്ടങ്ങൾ പങ്കുവെച്ച് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ അപ്പനും അമ്മയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് എങ്ങനെയുള്ള ആഹാരമാണ്? ഏറ്റവും മനോഹരമായിട്ടുള്ളതും അവർ നല്ല രീതിയിൽ വളരുവാനുള്ളതുമായ പ്രോട്ടീനുള്ള നല്ല ആഹാരങ്ങളാണ് തെരഞ്ഞെടുത്ത് കൊടുക്കുന്നത്. പക്ഷെ അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. അതുപോലെ തന്നെ ദൈവം തന്റെ ജനത്തെ നടത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ദൈവ വചനത്തിന്റെ സത്യങ്ങൾ കൊടുക്കുമ്പോൾ അതിന്റെ പഥ്യോപദേശത്തിൽ നടക്കണം. കഴിഞ്ഞ ദിവസം ഒരാളെ നാട്ടിൽ വിളിച്ചു. അദ്ദേഹം വൈദ്യന്റെ അടുക്കൽ കടന്നുപോയി. വൈദ്യൻ പറഞ്ഞു, ഹല്ലേലൂയ, പഥ്യം നോക്കണം. അപ്പോൾ ഇത് പറഞ്ഞ ആളുടെ മുഖം ഒന്ന് മാറി. ഇനി ഒരു മാസം ഞാൻ പഥ്യം നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി. കാരണം അന്നേരമാ ബാക്കിയുള്ള ആഹാരത്തിന് ടേസ്റ്റ് മനസ്സിൽ വന്നത്. അതുവരെ അമ്മയുണ്ടാക്കുന്ന ആഹാരം കൊള്ളത്തില്ലായിരുന്നു, അതുവരെ ആഹാരത്തിന് ടേസ്റ്റ് ഇല്ലായിരുന്നു. എന്നാൽ വൈദ്യുതി പഥ്യം നോക്കണമെന്ന് പറഞ്ഞപ്പോൾ അല്പം ബുദ്ധിമുട്ടായി. ഇതുപോലെ ദൈവവചനത്തിന് പഥ്യമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പഥ്യമില്ലാതെ ദൈവത്തിന്റെ വചനം എടുത്താൽ അത് തിരിഞ്ഞു കൊത്തും. അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾക്ക് പൗലോസിനെ അറിയാം, യേശുവിനെ അറിയാം. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ഈ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ വെറുതെ പോവല്ല, ഇതിവിടെ നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ചെന്ന് ഇടിക്കുകയാണ്. ഞങ്ങൾ മുഷ്ടിയുദ്ധം ചെയ്യുന്നത് അന്തരീക്ഷത്തിനോടല്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ എവിടെ വന്നിരിക്കുന്നു, എങ്ങനെ വന്നിരിക്കുന്നു, എന്തിനു വേണ്ടി വന്നിരിക്കുന്നു എന്നൊരു പൂർണ്ണ ബോധ്യം വേണം. എല്ലാം ലഘൂകരിച്ച് കർത്താവെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടിയല്ല. അതിനപ്പുറത്ത് ജീവനും വിശുദ്ധിയും ഉള്ളൊരു യാഗമായി ഞാൻ എന്നെ ദൈവസഭയിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിച്ച് മടങ്ങി പോകണം. നമ്മെ തന്നെ യാഗമാക്കുമ്പോൾ പിന്നെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഒന്നും തിരിച്ചു കൊണ്ടുപോകുന്നില്ല. നമ്മുടെ കൂടെ കർത്താവിന്റെ സാന്നിധ്യമാണ്, അവന്റെ തേജസ്സാണ് കടന്നു വരുന്നത്. ഇന്ന് പകൽക്കാലം അവന്റെ തേജസ് മൂടപ്പെട്ട വ്യക്തിയെ പിന്നീട് അവന്റെ വ്യക്തിത്വത്തെ കാണത്തില്ല. അതിനപ്പുറത്ത് മോശയെ പർവ്വതത്തിൽ മേഘം കൊണ്ട് മൂടിയെന്ന് പറഞ്ഞതുപോലെ നിന്നെ പൊതിഞ്ഞിരിക്കുന്ന ദൈവ സാന്നിധ്യമായി മറ്റുള്ളവർ കാണുന്നത്. എത്ര ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു, എത്ര ദൈവത്തിന് നന്ദി കരയറ്റുന്നു. അവർ ജാതികളോട് കൂട്ടിച്ചേർന്നു. ഹല്ലേലൂയ. അവർ അവരിൽ നിന്നും വിവാഹം കഴിക്കാൻ തുടങ്ങി. ഇന്നത്തെ പെന്തക്കോസ്തുകാരുടെ അനേക കുടുംബങ്ങൾക്കകത്തും ഹല്ലേലൂയ നമ്മൾ എടുത്തു നോക്കിയാൽ ജാതികളിൽ നിന്നും വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്നത്. കോളേജിൽ പോയി പ്രേമമായി അവര് ഹല്ലേലൂയ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കല്യാണം കഴിച്ച് ദൈവവചനത്തിന്റെ സത്യങ്ങളെ മറുതലിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു കൂട്ടം തലമുറയുള്ള ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത് മനുഷ്യപുത്രന്റെ കാലത്ത്, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കും. അവർ തിന്നും കുടിച്ച് വിവാഹത്തിന് കൊടുത്തും ഏൽപ്പിച്ചും കൊണ്ട് കടന്നു വരും. അപ്പോൾ ഈ അന്ത്യകാലഘട്ടത്തിന്റെ ലക്ഷണമാണ് നമ്മൾ കാണുന്നത്, അല്ലേ? വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണുന്നു, ഹല്ലേലൂയ, ദൈവത്തെ അവർക്ക് ബഹുമാനമില്ലാതായി, ദൈവത്തെ അവർ റെസ്പെക്ട് ചെയ്യാതെ അവരവരുടെ വഴികൾക്കകത്ത് ജീവിക്കുവാൻ തുടങ്ങി. അവരുടെ സർവശക്തിയിൽ ആശ്രയിക്കാതെ സ്വന്തം വിവേകത്തിൽ ഊന്നിക്കൊണ്ട് അവർ യാത്ര ചെയ്യുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവം കൊടുത്ത കൽപ്പന പ്രകാരം ദൈവത്തെ ആരാധിക്കാതെ ദൈവത്തിന്റെ വഴി വിട്ട് അവർ ജീവിക്കുവാൻ തുടങ്ങി. ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ ദൈവവചനത്തിൽ ചില പ്രമാണങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ മറന്നു പോകരുത്, ദൈവ സന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ പൗലോസ് ഇങ്ങനെ പറയുന്നു, പട ചേർത്തവനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയാ ഞാൻ നിൽക്കുന്നത്. ഇന്ന് പകൽക്കാലം യുദ്ധത്തിന് വിളിച്ച് വേർതിരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറന്നു പോകാൻ നിങ്ങൾ യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ മേൽ സർവായുധ വർഗമുണ്ട്. രക്ഷ എന്ന ശിരസ്ത്രം, സത്യമെന്ന അരക്കച്ച, വചനമെന്ന വാള്, സമാധാന സുവിശേഷത്തിലുള്ള ചെരുപ്പ് കാലിൽ, നീതിയുടെ കവചം, വിശ്വാസത്തിന്റെ പരിച, ഇവയെല്ലാമായി ഒരു വ്യക്തി ഒരു യുദ്ധക്കളത്തിൽ ഇറങ്ങി നിൽക്കുന്നത് പോലെയാ ഒരു വിശ്വാസി നിൽക്കുന്നത്. ഒരു പക്ഷേ മറ്റുള്ളവർ കാണുന്നില്ല, പക്ഷേ ഒരു അഭിഷിക്തൻ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ, ഒരു വിശ്വാസി മുമ്പോട്ട് കടന്നു പോകുമ്പോൾ അവൻ ഈ ആയുധമർഗങ്ങൾ ധരിച്ചിരിക്കുന്നത് കാണുന്ന ഒരുവരുണ്ട്. അവന്റെ അന്തരീക്ഷ മണ്ഡലങ്ങൾ നടുങ്ങുവാനിടയായി തീരും. ആ പിശാചിന്റെ മണ്ഡലങ്ങളെ അധികാരത്തോടെ പിടിച്ചു കീഴടക്കുവാൻ വേണ്ടിയാണ് നമ്മൾ അറിയുന്നത്. പലപ്പോഴും നമ്മൾ യുദ്ധക്കളത്തിലാണെന്നുള്ള കാര്യം നാം മറന്നു പോവുകയാണ്. പലപ്പോഴും നാം പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഈ ലോകത്തെ ദുഷ്ടാത്മസേനയോട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടാണെന്നുള്ള കാര്യം മറന്നു പോവുകയാണ്.
അതിനപ്പുറം മനുഷ്യനുമായി വാക്പൈറ്റുകൾ നടക്കുന്നു, മനുഷ്യനുമായി കുറ്റം പറച്ചിലുകൾ നടക്കുന്നു, അവർ തമ്മിൽ അടിയും ഇടിയും നടക്കുന്നു. മാതാവിനെ ബുദ്ധി പരിക്കേൽപ്പിക്കുന്ന മകനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ ന്യൂസിനകത്ത് കണ്ടു. അത് കമിതാക്കൾ രണ്ടുപേരും തീയിട്ട് മരിച്ചത് നമ്മൾ കണ്ടു. എന്റെ വീടിനടുത്തുള്ള ഒരു കുട്ടിയാണ്. എന്റെ കുഞ്ഞിനെ പോലെ എനിക്കറിയാം. ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പാലം മേടിച്ചോണ്ടിരുന്നത് എന്റെ മമ്മിയുടെ സ്കൂളിന്റെ മാനേജറിന്റെ കൊച്ചുമകളാണ്, ഉഷാറാണി എന്ന് പറയും. ആ കുട്ടിയുടെ മകൾ ലക്ഷ്മി എന്ന് പറഞ്ഞ കുട്ടി കോട്ടയം കോളേജിൽ പഠിക്കുവാൻ പോയപ്പോൾ തന്റെ പുറകിൽ നടന്ന് ശല്യം ചെയ്ത ഒരു ചെറുപ്പക്കാരനെ മാതാപിതാക്കന്മാർ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്ത് ഇനി അവളെ ശല്യപ്പെടുത്തരുത് പറഞ്ഞതിന് അവൻ പെട്രോൾ മേടിച്ചോണ്ട് അവിടെയും ദേഹത്തൊഴിച്ചു, അവന്റെ ദേഹത്തൊഴിച്ചു, തീ വെച്ചു, കരിഞ്ഞ് ചാമ്പലായി. സ്തോത്രം. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. മനുഷ്യർക്ക് മനുഷ്യരുടെ ഇഷ്ടങ്ങൾ മാത്രമാണ്, സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ കരുവാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അത് മറന്നു പോകരുത്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവവചനം പറയുന്നു, ഓരോ വിശ്വാസിയും പടക്കളത്തില് അവൻ യുദ്ധസന്നദ്ധനായി അവന്റെ മേൽ സർവ്വായുധങ്ങൾ അണിഞ്ഞുകൊണ്ട് അവൻ കർത്താവിന് വേണ്ടി പട നയിക്കുന്നവരാണ്. ഹല്ലേലൂയ. മനസ്സിലാവുന്നല്ലോ പറയുന്നത്? ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന തളർന്നു കിടക്കുന്ന ഒരു വിശ്വാസിയുടെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ വായിച്ചു, ഹിമാലയത്തിലേക്ക് കടന്നുപോയ ആൾക്കാരുടെ ചില ചരിത്രങ്ങൾ. അതിൽ പർവ്വതാരോഹണത്തിന് വേണ്ടി കടന്നു പോകുന്ന ആൾക്കാർ, അവർ കടന്നു പോകുമ്പോൾ ഈ മലയുടെ ഏറ്റവും മുകളിൽ ചെന്ന് അവർക്ക് അധിക സമയം അവിടെ നിൽക്കാൻ പറ്റത്തില്ല. മാക്സിമം 5 മിനിറ്റിനുള്ളിൽ അവർ താഴെ വന്നില്ലെങ്കിൽ അവർ കൊണ്ടുപോയ ഓക്സിജൻ തീർന്നു പോകും. ഹല്ലേലൂയ. എന്നാൽ അവിടെ ചെന്ന് ആ പരിസരം മറന്ന് 25 മിനിറ്റോളം നിന്ന ഒരു വ്യക്തിയുടെ ശവശരീരം അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് പോകുന്ന വഴിയിൽ ശവശരീരങ്ങൾ അവർക്ക് കടന്നു പോകേണ്ട മാർഗനിർദ്ദേശമായി അവിടെ കിടപ്പുണ്ട്. 10, 60, 70, 90 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ വ്യക്തികളെല്ലാം ഇന്നും അവിടെ കിടപ്പുണ്ടെന്ന് ചരിത്രമാണ്. ഹല്ലേലൂയ. ഈ പർവ്വതാരോഹകർ കടന്നു പോകുമ്പോൾ ഒരു ഗുഹയുടെ കീഴിൽ ഒരാൾ മരിച്ചു കിടക്കുകയാണ്. ഇത് പറയുന്നൊരു കാര്യം, അല്പം കയറി കഴിഞ്ഞപ്പോൾ അയാളൊന്ന് ക്ഷീണിച്ചു. കുറച്ചു നേരം ഇരുന്നതേ ഉള്ളൂ. ഈ ഐസ് കാറ്റ് വന്ന് ഇയാളെ ഒരു മൃതപ്രായനാക്കി മാറ്റിക്കളഞ്ഞു. അവന്റെ ശരീരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ആ ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരുന്നില്ലെങ്കിൽ ആ വ്യക്തി മരണത്തിലേക്ക് പോകും. വെറും പർവ്വതം കയറുന്ന ഒരു വ്യക്തി അല്പസമയത്തെ റെസ്റ്റിന് വേണ്ടി ഒന്ന് ഇരുന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ മരണം അവൻ ക്ഷണിക്കാതെ കടന്നു വന്നു. ഇങ്ങനെ ഒരുപാട് പേർ ആ മലയിൽ ഇങ്ങനെ കിടക്കുകയും എവറസ്റ്റിന്റെ മുകളിലോട്ട് പോകുമ്പോൾ ഇത് കണ്ടിട്ടും ജനം പലപ്പോഴും ഹല്ലേലൂയ അവർ ഇത് മറന്നുപോയി മുമ്പോട്ട് പോകാറുണ്ട്. നമ്മുടെ വചനം പറയുന്നു, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകർ, എങ്കിലും ബിരുദം പ്രാപിക്കുന്നവർ. എങ്ങനെയുള്ളവരാ ബിരുദം പ്രാപിക്കുന്നത്? യേശുവിനെ നോക്കി ഓടുന്നവർ. യേശുവിനെ നോക്കി ഓടുവാൻ തയ്യാറാണെങ്കിൽ നീ ബിരുദം പ്രാപിക്കും. വഴിയിൽ പിന്നെ നിൽക്കത്തില്ല. തോറ്റുപോയവരുണ്ട്, പരാജയപ്പെട്ടവരുണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ നാം നിൽക്കാതെ മുമ്പിലുള്ള ഓട്ടം, മുമ്പിലുള്ള ലാക്കിലേക്ക് നാം ഓടുവാനിടയായി തീരും. നമ്മൾ എന്തിനാ ആരാധിക്കേണ്ടത്? നമ്മൾ എന്തിനാ ചർച്ച ചെയ്തത്? ഒരു ഫെലോഷിപ്പ് കൂടി പോകാനാണ്? അതോ നമ്മൾ രാവിലെ പാടിയതുപോലെ ആ മരക്രൂശിൽ എന്റെ പേർക്കായി ജീവൻ വിടുന്ന ദൈവ കുഞ്ഞാടിനെ ആരാധിക്കാനാണ്? ഒരു വ്യക്തമായ ബോധ്യം വേണം ദൈവത്തിനെ. നാം ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ ഇത് വെറും ഒരു കൂട്ടായ്മയല്ല, ഇത് വെറും ഒരു ഫെലോഷിപ്പ് അല്ല, ഇത് വെറും ഒരു ക്ലബ് അല്ല. ഇത് രക്തം കൊടുത്ത് വിലക്ക് വാങ്ങി ഒരുവരുണ്ട്. അവരുടെ കണ്ണിലെല്ലാം ഊടാടിക്കൊണ്ടിരിക്കുകയാ. എനിക്ക് വേണ്ടി നീതിയോടെ നിൽക്കുന്നവരെ കൊണ്ടുപോകാൻ വേണ്ടിയാ ഞാൻ വീണ്ടും വരുന്നത്. ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഇന്ന് പകൽക്കാലം കടന്നു വരുന്ന ദൈവജനം ഒരു മനസ്താപത്തോടെ പകൽക്കാലം മടങ്ങി പോകട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. എത്ര നന്മ തന്നാലും, എത്ര നമുക്ക് സമ്പത്തുണ്ടെങ്കിലും അതെല്ലാം ഇട്ടിട്ട് നമ്മൾ പോകണം. നിങ്ങൾക്കറിയാമോ, ബേത്ലഹേമിൽ ക്ഷാമം വന്നു. എഫ്രാത്ത എന്ന് പറയുമ്പോൾ സ്തുതി എന്നതിന്റെ അർത്ഥം. എഫ്രാത്തയിലെ ബേത്ലഹേം എന്ന് പറയുമ്പോൾ അപ്പത്തിന്റെ ഭവനം എന്നതിന്റെ അർത്ഥം. എഫ്രാത്തയിലെ ബേത്ലഹേമിൽ ക്ഷാമം വന്നപ്പോൾ എലീമലേക്ക് പോയത് മോവാബിലേക്കാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു എന്തൊരു വിരോധാഭാസമാണ്. ദൈവഭവനത്തിനകത്ത് കഷ്ടതയുള്ളപ്പോൾ സാധാരണമായ ജാതികളുടെ സന്തോഷം, അവനെല്ലാം കൊണ്ട് കഴിക്കാൻ, അവന്റെ ജീവിതത്തിനകത്ത് സമ്പത്തും സമൃദ്ധിയുമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ഓർത്തു നോക്കി, ഈ ക്ഷാമത്തിന്റെ നടുവിലും അവിടെ നിന്ന് ചിലരുണ്ട്. അവരുടെ ജീവിതത്തിനകത്ത് തകർച്ചകൾ വന്നില്ല. ആ കഷ്ടതകളുടെ നടുവിലും ദൈവം ഏൽപ്പിച്ചത് ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ചെയ്തു കൊണ്ടുവന്ന ജീവിതത്തിനകത്ത് പിന്നത്തേതിൽ ദൈവം ക്ഷാമത്തെ മാറ്റി അവർക്ക് ആഹാരം കൊടുക്കുവാനിടയായി തീർന്നു. വിട്ടുപോയ എലീമേലെക്കിനെ നോക്കിക്കേ. അവന് സമ്പത്തുണ്ടായിരുന്നു, അവിടെ ചെന്നപ്പോൾ അവന് നന്മകളുണ്ടായിരുന്നു.
പക്ഷെ തിരിച്ചു വന്ന് അനുഭവിക്കുവാനുള്ള യോഗമില്ലാതായിപ്പോയി. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ നിന്ന് ഒരു വ്യക്തി സാധാരണ മനുഷ്യലേക്ക് മാറിപ്പോകുമ്പോൾ, ദൈവത്തിന്റെ അഭിഷേകത്തിൽ നിന്നും ദൈവം തെരഞ്ഞെടുപ്പിൽ നിന്നും ഒരു വ്യക്തി മാറിപ്പോകുമ്പോൾ അവൻ ശേഷം മനുഷ്യനെ പോലാകും. ശിംശോനെ നിന്നെ തെരഞ്ഞെടുത്തത് ദൈവജനത്തിന്റെ വിടുതലിന് വേണ്ടിയാ. നിന്റെ മേൽ അഭിഷേകം പകരപ്പെട്ടത് ഈ ദൈവജനത്തെ വാഗ്ദത്ത നാട്ടിൽ സംരക്ഷിക്കുവാൻ വേണ്ടിയാ. എന്നാൽ അവൻ ശേഷം മനുഷ്യനെ പോലായപ്പോൾ ആത്മാവ് അവനിൽ നിന്ന് മാറിപ്പോയി. ഇന്ന് പകൽക്കാലം ഒരിക്കലും ഓരോ വ്യക്തികളെ മറന്നു പോകരുത്. നിന്റെ മേൽ പകരപ്പെട്ട ആത്മാവ് യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ നിന്റെ മേൽ ആത്മാവിന്റെ ജീവൻ പകർന്ന ഒരു പ്രമാണത്തിന്റെ ആത്മാവാണ്. അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കുന്നു പറയുന്നു. ഓരോ ആഴ്ചയും ഇവിടെ ആരാധനയ്ക്ക് മടങ്ങിപ്പോകുമ്പോൾ ചില അറിവുകളുമായിട്ട് മടങ്ങിപ്പോകുവാനല്ല, അതിനപ്പുറത്ത് എന്റെ അറിവതാണെന്നെ കൂടെ ഞാൻ ചേർന്ന് നിന്ന് അന്ത്യത്തോളം അവന് വേണ്ടി വിശ്വസ്തമായി നിൽക്കുമെന്ന് പറയുവാൻ, ചക്കൂറ്റത്തോളം നിൽക്കുവാനും കൂടെ ജനത്തെ ദൈവത്തിന് വേണ്ടത്. സ്തോത്രം. അങ്ങനെയുള്ളവരുടെ നടുവില ദൈവം ഇറങ്ങി നടക്കുന്നത്, അങ്ങനെയുള്ള നടുവില ദൈവം പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, അബ്രഹാമിന്റെ കാലത്ത് ശാപമുണ്ടായി. അവൻ ഇസ്രായേലിലേക്ക് കടന്നുപോയി. ഇസ്രായേലിൽ കടന്നുപോയ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് പിന്നത്തതിൽ വലിയൊരു തകർച്ച വരികയാ. ഫറവോൻ അല്ലെങ്കിൽ അവന്റെ ഭാര്യയായ സാറായെ പിടിച്ചുകൊണ്ടുപോയി. അവനെ കള്ളം പറയേണ്ടി വന്നു, എന്റെ സഹോദരി എന്ന് പറയേണ്ടി വന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവ ശബ്ദം കേട്ട് കൽദയരുടെ ഊരിൽ നിന്നും പുറപ്പെട്ട അബ്രഹാമിന്റെ ചരിത്രം നിസ്സാരപ്പെട്ട കാര്യമല്ല. ഇന്നലെ രാത്രി കർത്താവിന്റെ ദാസനോട് സംസാരിച്ച കാര്യമുണ്ട്. അല്ലേ, നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ഒരു സമയത്ത് അവിടെ ബാബേൽ ഗോപുരം പണിതുയർത്തുമ്പോൾ ആ സാഹചര്യങ്ങളുടെ നടുവിൽ നിന്നും കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്നും കാണപ്പെടാത്തൊരു ദൈവത്തിന്റെ ശബ്ദം കേട്ട് കാണപ്പെട്ടവനെ പോലെ ഇറങ്ങി തിരിച്ചവൻ അബ്രഹാം. വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ നാം പലപ്പോഴും ദൈവത്തെ കണ്ടതുകൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ മാറ്റപ്പെടുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിൽ നിന്ന് മാറിപ്പോകും. സ്തോത്രം. നമ്മൾ തന്നെ അതിന് കാരണക്കാരൻ. ഏതെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നു. ആദമും ഹവ്വയും ആയിരിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരുമായിരുന്നു. പക്ഷേ അവിടെ ദൈവം പിന്നെയും വന്നപ്പോഴും മറന്നതാരാ? ആദമും ഹവ്വയും. കാരണം തെറ്റ് ചെയ്താൽ പിന്നെ ദൈവത്തിന്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. തെറ്റ് ചെയ്താൽ, പാപം ചെയ്താൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇതിന്റെ നടുവിൽ ഒരു കാര്യം മറന്നു പോകരുത്. ശരീരത്തിൽ ജീവൻ ശേഷിക്കുന്ന നാളുകളോളം ഇതിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ ദൈവം നിനക്ക് കൃപ തന്നിട്ടുണ്ട്. സ്തോത്രം. അവിടെ പരാജയമില്ല, അവിടെ തകർച്ചകളില്ല. ഇന്നലെ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് അല്ലെങ്കിൽ തകർന്നിരിക്കുന്നവരല്ല. അതിന് നടുവിൽ എനിക്ക് വേണ്ടി കാൽവരിയിൽ യാഗമാക്കി തീർക്കപ്പെട്ട യേശു എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വന്ന് പിന്നെ തെറ്റിക്കാതിരിക്കുക. തെറ്റിദ്ധരിക്കരുത്. വചനം പറയുന്നു, ഹല്ലേലൂയ, ലംഘനം ക്ഷമിച്ചു പാപം മറച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ. തെറ്റിനകത്ത് പിന്നെയും കുടുങ്ങി കിടക്കുവാൻ വേണ്ടിയല്ല. ഒരു തെറ്റ് ചെയ്തു, തെറ്റാണെന്ന് ബോധ്യം വന്നപ്പോൾ ദൈവസന്നിധിയിൽ വന്ന് മുട്ടുമടക്കി, കർത്താവേ ഞാൻ പാപി, എന്നോട് ക്ഷമിക്കണമേ. കർത്താവദാസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ എല്ലാ ദിവസവും വന്ന് പാപിയാണെന്ന് പറയാനല്ല, എല്ലാ ദിവസവും തെറ്റേണ്ടി വരാൻ വേണ്ടിയല്ല. അതിന് പകരം ഒരിക്കൽ ആ യേശുവിന്റെ കരങ്ങളിൽ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പറഞ്ഞ പൗലോസിനെ പോലെ ഇന്ന് പകൽക്കാലം നടുവിൽ എത്ര പേർക്ക് സ്തോത്രം കരയറ്റുന്നു, എത്ര പേർക്ക് നന്ദി കരയറ്റുന്നു. അതിനുശേഷം ഇസഹാക്കിന്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചൊരു കാര്യം, അവനും ക്ഷാമത്തെ നേരിട്ടു. ഹല്ലേലൂയ. അവനും ക്ഷാമത്തെ നേരിട്ടു. പക്ഷെ വചനം പറയുന്നു, ക്ഷാമമുള്ളപ്പോൾ ആ ആണ്ടിൽ ഇസഹാക്ക് 100 മേനി കൊടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിറഞ്ഞൊഴുകുന്ന ഒരു അനുഭവം, അത് കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവം ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വേണം? ഹല്ലേലൂയ. അത് ആത്മീകമായിരിക്കാം, ഭൗതികമായിരിക്കാം. നീ ദൈവത്തോട് വിശ്വസ്തമായി നിന്ന് കഴിഞ്ഞാൽ ഏത് ശാപകാലത്തും നിന്നെ പറ്റുവാൻ കഴിവുള്ള ദൈവമുണ്ട്. അവർ 100 മടങ്ങായി നിന്നെ അനുഗ്രഹിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. പലർക്കും പ്രശ്നം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ വിട്ടുപോകാനാണ് താല്പര്യം. പലർക്കും തകർന്നു പോകുന്ന അവസ്ഥകൾ കടന്നു വരുമ്പോൾ അതിനെ ചെയ്യുവാൻ ചങ്കൂറ്റമില്ല ഓടി വിളിക്കുക. എന്നാൽ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ കൂടെ നിന്നാൽ ദൈവം നിന്നെ ഉയർത്തുന്ന ദിവസങ്ങൾ മുമ്പിലുള്ള കാര്യം മറന്നു പോകരുത്. കാരണം മനുഷ്യ കഥാവിനെ വളർത്തപ്പെടുത്തിക്കാണ്ട് നന്ദിയോടെ കഥാവിനെ സ്വർണ്ണത്തിലെത്തിക്കാണ്ട് നമ്മൾ മാനുഷികമായി പല കാര്യങ്ങളും ചിന്തിച്ചു പോയിട്ടു. മാനുഷികമായി പല കാൽക്കുലേഷനുകൾ നമ്മൾ കൊണ്ടുവരും. ദൈവത്തിനൊന്നും ആവശ്യമില്ല. ദൈവം ഉപയോഗിക്കേണ്ടവരെ ദൈവത്തിന്റെ കാര്യങ്ങൾ എറിഞ്ഞു കൊടുക്കുമ്പോഴാണ് ദൈവം ഉപയോഗിക്കുന്നത്. നിങ്ങൾ കൂടി പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ എന്നെ ദൈവത്തിന്റെ കാര്യങ്ങളിൽ എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. എറിഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയല്ല. അവൻ ഏത് സമയം എടുത്ത് ഉപയോഗിക്കുവാൻ തക്കൊരു പാത്രമായി ഞാൻ മാറിയിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം അങ്ങനെ പാത്രമായി മാറുവാൻ തയ്യാറുള്ളത് എത്ര പേരുടെ നടുവിലുണ്ട്? അങ്ങനെയുള്ള ഇന്ന് പകൽക്കാലം ഉയർത്താൻ പോവുകയാണ്.
സ്തോത്രം. ഹല്ലേലൂയ. പിന്നത്തേതെല്ലാം വീണ്ടും കടന്നു വരുമ്പോൾ ഇസ്രായേലിന്റെ പിതാവായ യാക്കോബിനെ നമുക്ക് കാണാം. ഹല്ലേലൂയ. 12 ഗോത്ര പ്രമുഖന്മാരുടെ പിതാവായ യാക്കോബ് സ്വന്തം മകനായ യോസഫ് നഷ്ടപ്പെട്ട് അവൻ തകർന്നിരിക്കുമ്പോൾ ഒരു ദിവസം അവൻ കേട്ടു ഇസ്രായേലിലെ രണ്ടാമത്തെ അധികാരിയായി സ്വന്തം പുത്രൻ അവൻ ആയിരിക്കുന്നു. ഒരപ്പന്റെ ജീവിതത്തിൽ അവസാനം വരെ എന്റെ നരയെ പാതാളത്തിലേക്ക് നീ ഇറക്കുമോ എന്ന് ചോദിച്ചവൻ അവൻ അവിടെ ഇരിക്കുമ്പോൾ പറയുക, ഓ എന്റെ മകൻ ജോസഫ് ഇസ്രായേലിലെ പ്രധാനമന്ത്രിയായി ഇരിക്കുമ്പോൾ ഞാൻ അവിടെ പോയി പാർക്കുമെന്നല്ല അവൻ പറഞ്ഞത്. ഞാൻ അവിടെ ചെന്ന് അവനെ കണ്ടു മടങ്ങി വരും. എന്റെ പിതാക്കന്മാരുടെ പട്ടണം ശ്രേഷ്ഠമേറിയതാ, എന്റെ പിതാക്കന്മാർ കൊടുത്തത് വില ശ്രേഷ്ഠമേറിയതാ, അതുകൊണ്ട് ആ തലത്തിലേക്ക് ഞാൻ മാറപ്പെടും. യാതൊരു മനസ്സിലാവുന്ന എനിക്ക് അറിയത്തില്ല. യാക്കോബേ, നീ എന്താ ഇത്രയും നന്മയുള്ള ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ജോസഫിന്റെ കൂടെ ഇസ്രായേലിൽ പോയി പാർക്കാത്തത്? പിതാക്കന്മാരുടെ പട്ടണം അപ്പുറത്ത് കിടക്കുകയാ. ഒരു ദർശനം അവനുണ്ട്. അവൻ പോകുന്ന വഴിക്ക് അവൻ സ്നേഹിച്ച റാഹേൽ ബേത്ലഹേമിൽ അടക്കപ്പെട്ടു. ബേത്ലഹേമിന്റെ വഴിദൂരത്തിൽ അല്ല അടക്കപ്പെട്ടു. വഴിയിൽ വെച്ച് അവൾ പ്രസവ വേദനയോടുകൂടി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അവൾ പേരിട്ടു ബെനോനി. കാരണം എന്റെ ദുഃഖത്തിന്റെ പുത്രൻ, എന്റെ വ്യസനത്തിന്റെ പുത്രൻ. മരണം മുമ്പിൽ കാണുമ്പോൾ അവൾ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് പറയുക, ഇവൻ ബെനോനി, എന്റെ വേദനയുടെ പുത്രനാ. പക്ഷേ ദർശനമുള്ള പിതാവ് പറഞ്ഞു, അല്ലെങ്കിൽ അവൻ വേദനയുടെ പുത്രനല്ല, അവൻ എന്റെ വലങ്കയുടെ പുത്രനാ. അതുകൊണ്ട് ഞാൻ അവനെ ബെന്യാമീൻ എന്ന് വിളിക്കും. ചിലതിന്റെ പേരുകളെ മാറ്റിയിടുന്നവരായിരിക്കണം ഓരോ ആത്മീയരും. നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് വേണ്ടി ഇട്ട പേരിനെ, ദൈവം നിനക്ക് വേണ്ടി നിശ്ചയിച്ച പേരിനെ നിനക്ക് മാറ്റുവാൻ കഴിവുണ്ട്. എത്ര ദൈവത്തിന് സ്തോത്രം കരയിച്ചു. വേദനയുടെ പുത്രൻ എന്ന് പറഞ്ഞ് ഒരുവൻ മരണത്തിലേക്ക് കീഴ്പ്പെട്ടപ്പോൾ, ബേത്ലഹേം അവരുടെ ജീവിതത്തിനകത്ത് മരണത്തിന്റെ സ്ഥലമായി വെളിപ്പെട്ടപ്പോൾ യാക്കോബ് പറയുക, ഈ ബേത്ലഹേം എന്റെ വലങ്കയുടെ പുത്രനായ ബെനോനി എനിക്ക് തന്ന സ്ഥലമാണ്. ചിലരുടെ ജീവിതത്തിനകത്ത് ബേത്ലഹേം തകർച്ചയാണ്. ആലയത്തിൽ കടന്നു വരുമ്പോൾ ചിലർക്ക് തകർച്ചകളാ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ ചിലർക്ക് തകർച്ചകളാ. എന്നാൽ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നവർ വിളിച്ചു പറയും, എന്റെ ദൈവത്തിന്റെ സഭയിൽ കടന്നു വന്നത് എനിക്ക് ഏറെ ഗുണമായി. പഴയ നിയമത്തിൽ ദാവീദ് പറഞ്ഞു, അവന്റെ വാതിൽ കാവൽക്കാരനായിട്ടെങ്കിലും നിൽക്കുന്നത് എനിക്ക് ഏറെ ശ്രേഷ്ഠം. ദൈവത്തിന്റെ ആലയത്തിന്റെ പ്രാകാരങ്ങളിൽ ആര് വസിക്കും? അറിയാമോ വാക്യം? ഒന്ന് പറയാമോ? നിഷ്കളങ്കനായി നീതി പ്രവർത്തിക്കുന്നവൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയത്തിന്റെ മുമ്പിൽ നമ്മെ നട്ടിരിക്കുകയാണ്. ഈ ആലയത്തിനകത്ത് നമ്മെ കൊണ്ടുവന്നത് പറഞ്ഞു പോകുവാൻ വേണ്ടിയല്ല, വിട്ടുപോകുവാൻ വേണ്ടിയല്ല. ഇതിനകത്തു നിന്ന് പേരോടിച്ച് ഫലം കൊടുക്കണം. ഇവിടെ ഫലം കൊടുക്കുവാൻ തക്കതായി നിങ്ങൾ വളരണം. നിങ്ങളിൽ നിന്ന് ഫലം കഴിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ജീവൻ ഉണ്ടാകണം. സഭ എന്താ അറിയാമോ? തകർന്നിരിക്കുന്ന ഒരു വിശ്വാസിക്ക് വീണ്ടും തകർച്ച കൊടുക്കുന്നതല്ല, ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു വിശ്വാസിയെ വീണ്ടും ഒറ്റപ്പെടുത്തുന്നതല്ല. ഹല്ലേലൂയ. ദൈവവചനം ഉദ്ഘോഷിക്കുന്ന, വചനം ശക്തിയോടെ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർമാരെ കുറ്റപ്പെടുത്തുന്നതല്ല. അതിനപ്പുറത്ത് ഒരു ശരീരമായി മാറുന്ന സഭ. സ്തോത്രം. ഈ ദർശനത്തോട് എഴുന്നേറ്റെങ്കിലേ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പറ്റത്തുള്ളൂ. നോക്ക്, ക്ഷാമകാലം വന്നു. അല്ലെങ്കിൽ ജനം ദൈവത്തെ ആരാധിക്കാതെ മുമ്പോട്ട് കടന്നു പോയപ്പോൾ ഏലിയാവ് വന്ന് പറഞ്ഞു, ആഹാബേ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. അവൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശം അടഞ്ഞുപോയി. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം അവൻ എന്തു പറഞ്ഞാലും ചെയ്യുവാൻ കഴിവോടെ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നീയും സേവിക്കുന്നത്. അതുകൊണ്ട് പകൽക്കാലം മറന്നു പോകരുത്. വചനത്തിന്റെ പ്രമാണം വിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ ദൈവവചനത്തിന്റെ പ്രമാണത്തിനകത്ത് നിന്നുകൊണ്ട് ചിലനോട് കൽപ്പിച്ചാൽ അതവിടെ നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഓർക്കണം, ക്ഷാമം വന്നു, ജനമെല്ലാം നട്ടം തിരിയുമ്പോഴും ഏലിയാവിന് കഴിക്കുവാനുള്ളത് അവന്റെ മുമ്പിൽ ദൈവം കൊടുത്തു. അവിടുത്തെ വെള്ളം വറ്റിപ്പോയി, ഭക്ഷണം ലഭിക്കാതായി. ഇതിന്റെ നടുവിലും ഏലിയാവ് ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ അവനായിരുന്ന സ്ഥാനത്ത് ദൈവം അവനെ പോഷിപ്പിച്ചു. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ പാടിയ ക്ഷാമകാലത്ത് തന്നെ ക്ഷേമത്തോടെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവം.
അതൊരു ഭക്തിന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലായ്മയുടെ നടുവിൽ നമ്മൾ കഷ്ടത പറയുകയല്ല, അതിനപ്പുറത്ത് കഷ്ടതകളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ഒരു ദൈവത്തെ കുറിച്ച് പറയുക ഏറ്റവും ഇമ്പോർട്ടന്റ്. സ്തോത്രം. എത്ര ദൈവത്തിന് സ്തോത്രം കരയിക്കുന്നു, എത്ര ദൈവത്തിന് നന്ദി കരയിക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഈ ക്ഷാമകാലത്ത് എലീമലേക്ക് മോവാബിലേക്ക് കടന്നുപോയി. സ്തോത്രം. സാധാരണ ഒരു സംഭവമായി എഴുതിയിരിക്കുന്നു. ന്യായാധിപന്മാരുടെ കാലത്ത് ഒരു ക്ഷാമമുണ്ടായി. ഒരു മനുഷ്യൻ എലീമലേക്ക് ബേത്ലഹേമിൽ നിന്നും അപ്പത്തിന്റെ ഭവനത്തിൽ നിന്നും മോവാബിലേക്ക് കടന്നുപോയി. സാധാരണപ്പെട്ട ഒരു വ്യക്തിയായി ബൈബിളിൽ അവനെ കാണുമ്പോഴും അവന്റെ തലമുറകളും അവനും ഈ ഭൂലോകത്തിൽ നിന്ന് ഉടച്ചു മാറ്റപ്പെട്ടപ്പോഴും അവന്റെ കുടുംബത്തിൽ കൂടെ രക്ഷ കൊണ്ടുവന്ന ആ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എത്ര വലിയതാണ്. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനകത്തേക്ക് നിങ്ങളൊന്ന് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്ന പകൽക്കാലമായി തീരുന്നത്. എത്ര ദൈവത്തിന് നന്ദി കരയിക്കുന്നു. ഒരു നിമിഷം എല്ലാവരും ദൈവത്തിന് എഴുന്നേറ്റ് ഇത് പകൽക്കാലം നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, എന്നെ വീണ്ടെടുത്ത ദൈവസ്നേഹത്തിനായിട്ട്, എന്നെ കരുതുന്ന ദൈവസ്നേഹത്തിനായിട്ട് ദയവായിട്ട് കോയ മുമ്പിലോട്ട് കടന്നു വന്നേ. നമ്മൾ വളരെ വേഗം ദൈവത്തിന്റെ ഭരണത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുക. രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. 3 മാസത്തിന് മുകളിലായി നമ്മൾ ഈ വചനഭാഗത്തിൽ കൂടെ കടന്നു പോകുന്നു. 4 അധ്യായമുള്ള ഈ പുസ്തകം. ഹല്ലേലൂയ. 3 മാസത്തിന് മുകളിൽ സമയമെടുത്താലും അത് തീരത്തില്ല. അതുകൊണ്ട് എന്നാൽ ഒരുപാട് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്താൽ പോയത്. എന്നാൽ വീണ്ടും ഇന്ന് ആ വചനഭാഗത്തിൽ നിന്നുകൊണ്ട് അത് ഫിനിഷ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി നമുക്ക് രൂത്തിന്റെ പുസ്തകം എടുക്കാം. 4-ാം അധ്യായം 11, 12, 13 വാക്യങ്ങൾ വായിക്കാം. ആമേൻ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ വചനഭാഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഈ പുസ്തകം ഫിനിഷ് ചെയ്യുമ്പോൾ കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ വീണ്ടും മറയ്ക്കുവാൻ, വീണ്ടെടുപ്പെന്നുള്ള പ്രത്യാശയിൽ നിന്നുകൊണ്ട് അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ നമുക്ക് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വത്തേക്ക് യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ രൂത്തിന്റെ പുസ്തകം തുടങ്ങിയപ്പോൾ മുതൽ അവസാനിക്കുമ്പോൾ വരെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മളെ വീണ്ടെടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് മാനവജാതിക്ക് നടുവിൽ മനുഷ്യനായി പിറന്ന സ്ത്രീയുടെ സന്തതിയായി നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് നമ്മെ വിടുവിച്ച ആ വീണ്ടെടുപ്പിൻ്റെ നിഴലായി നമ്മൾ രൂത്തിന്റെ പുസ്തകം കാണുന്നു. ഇന്ന് മാനവജാതി മുഴുവൻ, ലോകത്ത് എല്ലാ ക്രിസ്ത്യാനികളും ഉയർപ്പിൻ്റെ പ്രഭാതമായി അംഗീകരിക്കപ്പെട്ടൊരു ദിവസമായി ആരാധിക്കുമ്പോൾ നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ജനിച്ച രാജ്യം ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ക്രിസ്ത്യാനിത്വത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി അനേക ഭരണാധികാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസ് ഇങ്ങനെ വായിച്ചു. ജാർഖണ്ഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ക്രിസ്ത്യാനികളില്ലാത്തൊരു രാജ്യമായി, അത് ദേശമായി, ഒരു സ്റ്റേറ്റായിട്ട് അത് മാറ്റി തീർക്കുവാൻ വേണ്ടി അവിടുത്തെ ഹിന്ദു മുന്നണികൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. ഇന്ത്യയിൽ ദുഃഖവെള്ളി എന്നുള്ള കാര്യം മാറ്റി ഡിജിറ്റൽ ഇന്ത്യ ഡേ എന്ന് അവർ പേര് മാറ്റിയിടുവാനിടയായി തീർന്നു. ഇതെല്ലാം വിളിച്ചു പറയുന്ന കാര്യം നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ഭക്തൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, എൻ്റെ പ്രിയൻ വരാൻ സമയമായി, ഞാൻ അവന് വേണ്ടി വേർതിരിയപ്പെട്ടവനായി. അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതകൾക്ക് നടുവിൽ ജീവിക്കുമ്പോഴും അത് തൊടാതെ വണ്ണം നോഹയുടെ പെട്ടകം പോലെ ആ പെട്ടകത്തിൽ കയറി യാത്ര ചെയ്യുന്ന ഒരു അഭിഷിക്തൻ എന്ന് പകൽക്കാലം വിളിച്ചു പറയും, എൻ്റെ കർത്താവിൻ്റെ വരവ് ആസന്നമായി. ഒരു നിമിഷം ആ കരം ഉയർത്തി കർത്താവിനെ ഒരിക്കൽ കൂടെ നമ്മോട് സ്തോത്രം കരയിപ്പിക്കാം. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് ഇതാണ്. അവൻ ചെരുപ്പൂരി, അവന്റെ വീണ്ടെടുപ്പുകാരൻ, അവളുടെ വീണ്ടെടുപ്പുകാരൻ, ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ ചെരുപ്പൂരി ബോവസിന് കൊടുത്തു. ബോവസിനോട് പറഞ്ഞു, എനിക്ക് അവളെ വീണ്ടെടുക്കുവാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് നീ അവളെ വീണ്ടെടുക്കണം. ഞാൻ പറഞ്ഞു, ഒറ്റ ചെരുപ്പുകാരനായി അവൻ ആ രംഗം വിട്ടുപോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചെരുപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ.
പഴയ നിയമകാലത്ത് ധനവാനും അല്ലെങ്കിൽ ഒരു ദാസനും തമ്മിലുള്ള വ്യത്യാസം ചെരുപ്പിൽ അറിയാൻ പറ്റും. ഒരു ഭവനത്തിന്റെ അവകാശം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കർമ്മം നടക്കുമ്പോൾ ചെരുപ്പ് അവരൊരു സാങ്കല്പികമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു പ്രത്യേക ഓർമ്മ നിൽക്കത്തക്ക തലത്തിലേക്ക് എടുത്ത് കാണിക്കുന്നത് പോലെ നമുക്ക് കാണുവാൻ സാധിച്ചു. നമുക്കറിയാം, മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ അവന്റെ കാലിൽ ചെരുപ്പിടിച്ചതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ പഴയ നിയമത്തിൽ ഈ ചെരുപ്പിന് അത്ര പ്രാധാന്യം കൊടുത്തപ്പോൾ തന്നെ പഴയ നിയമത്തിന്റെ അവസാന ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട യേശു കർത്താവ് നടന്നു വരുമ്പോൾ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാർ കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, ആ അധികാരത്തോടെ കാൽവെക്കുന്ന സ്ഥലമെല്ലാം അവന്റെ അവകാശത്തിന്റെ മേൽ വരുവാൻ തക്കവണ്ണം അവൻ ഹല്ലേലൂയ അധികാരമുള്ളവനായ ഭൂമിയിലേക്ക് വന്നത്. മോശ നിന്ന സ്ഥലം വിശുദ്ധമായതുകൊണ്ട് ദൈവവചനത്തിൽ ദൈവം പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുകൊണ്ട് നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുക. ഹല്ലേലൂയ. ജോഷുവയോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുക. അപ്പോൾ ദൈവ സാന്നിധ്യത്തിന്റെ നടുവിൽ നിൽക്കുന്ന വ്യക്തികൾ എപ്പോഴും ചെരുപ്പൂരി ദൈവത്തെ ബഹുമാനിച്ചതായിട്ടും ദൈവത്തിന് സകല അധികാരം കൊടുത്തതായി നമ്മൾ കാണുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ വീണ്ടും നമ്മൾ വായിച്ചു, യോഹന്നാൻ പറഞ്ഞു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാർ കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവന്റെ കാലിലെ ചെരുപ്പ് മാറ്റുവാൻ ആർക്കും അധികാരമില്ല. കാരണം അവൻ അധികാരത്തോടെ നിൽക്കുന്നവൻ, അവൻ പുത്രത്വത്തിന്റെ അധികാരത്തിൽ നിൽക്കുന്നവൻ. പിതാവ് സകല അധികാരത്തോടും അവനെ ഭൂമിയിൽ വിട്ടത് ഈ ഭൂമിയിലുള്ള സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെച്ച് കാൽവരിയിൽ അവൻ പരസ്യക്കോലമാക്കി, അവൻ അവരെ കീഴടക്കി. അവൻ അധികാരത്തോടെ അവൻ കാൽ ചവിട്ടിയ ദേശമെല്ലാം നമുക്ക് അവകാശമായി തന്നു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ വീണ്ടും നമ്മൾ വീണ്ടും ആ വചനത്തിനകത്തേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അവിടെ പട്ടണവാതിക്കൽ 10 മൂപ്പന്മാർ കൂടിയിരുന്നാണ് ഈ തീരുമാനമെടുക്കുന്നത്. പിന്നീടുള്ള കാലത്ത് നമുക്കറിയാം, 10 മൂപ്പന്മാർ കൂടിയിരുന്ന തീരുമാനം, ഇവർ വിവാഹം നടക്കുന്നത് ആ പട്ടണവാതിൽ വെച്ചാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. കാരണം അതിന്റെ അവസാനം വരുമ്പോൾ രൂത്ത് അവിടേക്ക് കടന്നു വരികയും അവിടെ വിവാഹം നടക്കുന്നതുമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ പിന്നീടുള്ള യഹൂദ വിവാഹ ശുശ്രൂഷകൾക്കകത്ത് 10 പ്രധാനം അർഹിക്കുന്ന 10 പേർ കടന്നു വന്ന് ഇവരെ ആശീർവദിക്കുന്നത് ഒരു ചടങ്ങായി പിന്നീട് മാറിയിരുന്നു. നമ്മുടെ വിഷയം അതല്ല, ഞാൻ മുമ്പോട്ട് കടന്നു വരികയാണ്. ഈ പട്ടണവാതിക്കൽ ബോവസ് ഇവളെ സ്വന്തമാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവൾക്ക് മുൻപൊരു ചരിത്രമുണ്ട്. ഇവൾ നാളുകൾ ഒരുവന്റെ ഭാര്യയായി ജീവിച്ചിട്ടും അവൾക്കൊരു പുത്രസന്തതിയെ ലഭിച്ചില്ല. അവൾക്കൊരു മക്കൾ ഉണ്ടാകുവാൻ ഇടയായില്ല. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ലോകത്തിന്റെ രക്ഷിതാവായ യേശു കർത്താവ് സ്ത്രീയിൽ നിന്നും ഉൽപാദിതമായതിന്റെ മുൻകുറിയായി രൂത്തിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട രൂത്തിൽ കൂടെ അല്ലെ യേശുവിന്റെ പിതാവായ അല്ലെ ഇശായിയുടെ പിതാവായ ഓബേദ് ജനിക്കുവാൻ ഇടയായി തീർന്നു. എത്ര പേർ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു? ദാവീദിന്റെ പിതാവായി, ദാവീദിന്റെ വലിയ പച്ചനായി ഓബേദ് ജനിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. മോവാബിലെ ആ സന്തോഷമുള്ള കാലത്തും കഷ്ടമുള്ള കാലത്തും അവൾക്കൊരു സന്തതിയെ ലഭിച്ചില്ല. എന്നാൽ തക്ക സമയം വന്നപ്പോൾ അവൾക്ക് വേണ്ടി ദൈവം ഒരു സന്തതിയെ ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്, ജീവിതത്തിൽ പലപ്പോഴും പല സാഹചര്യങ്ങളുടെ നടുവിലും നടക്കുമ്പോൾ നമ്മുടെ നന്മകൾ തടസ്സപ്പെടുന്നത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയാണ്. എത്ര ദൈവത്തിന് സ്തോത്രം കരയുന്നു? താമസിക്കും തോറും ഏറ്റവും നല്ലത് ദൈവം തരുത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് കിട്ടുന്നതിന് ഒരുപക്ഷെ ഒരു വില കാണത്തില്ല, എന്നാൽ താമസിച്ച് കിട്ടുമ്പോൾ അതിന് പ്രത്യേക വിലയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര ദൈവത്തിന് സ്തോത്രം കരയുന്നു? അതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, 2-ാം അധ്യായം, രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം. രൂത്തിനെ ആദ്യമായി കാണുമ്പോൾ ബോവസ് അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹമായത്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന്റെ യഹോവയുടെ അല്ലെങ്കിൽ സർവശക്തിയുടെ ചിറയിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് അവൻ പറയുകയാണ്. നമുക്ക് അവൻ അനുഗ്രഹിച്ച അനുഗ്രഹം അവന്റെ കുടുംബത്തിനകത്ത് തന്നെ നിറവേറുകയാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നിങ്ങൾ അനുഗ്രഹം ലഭിക്കുവാൻ വിളിക്കപ്പെട്ടവരാകിയാൽ നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കും.
എത്ര ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. എപ്പോഴും ഒരു ഭക്തൻ മറ്റുള്ളവനെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. അവന്റെ വായിൽ നിന്നും അനുഗ്രഹത്തിന്റെ വാക്കുകൾ വന്നുകൊണ്ടിരിക്കും. ശാപത്തിന്റെ വാക്കുകളല്ല വരുന്നത്, അനുഗ്രഹത്തിന്റെ വാക്കുകൾ. കാരണം നീ പറയുന്ന അനുഗ്രഹത്തിന്റെ വാക്കുകൾ പിന്നത്തേത് ദൈവം നിനക്ക് നന്മയ്ക്കായി കണക്കിടും. എത്ര പേർ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. അവൻ പറഞ്ഞ അനുഗ്രഹത്തിന്റെ വാക്കുകൾ, അവൻ എന്തുവാ പറഞ്ഞത്? ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ സങ്കീർത്തനം 118 ഇങ്ങനെ പറയുന്നു, മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഞാൻ സുവിശേഷത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും എതിരായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്റെ കൂടെ നിൽക്കുന്ന യൗവനക്കാരെ പോലും തെറ്റിച്ച് കളയത്തക്ക തരത്തിൽ അവരുടെ മാതാപിതാക്കന്മാർ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന അലക്സിനെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ ദേശത്തുള്ള സകല മനുഷ്യരും എന്നോട് എതിരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. തന്നെ ബൈബിൾ കോളേജിൽ വിട്ട് പഠിപ്പിച്ചപ്പോൾ മാതാവും പിതാവും എതിരായി തീർന്നു. അങ്ങനെ ഒറ്റപ്പെട്ട ഒരു നിലവാരത്തിൽ നിൽക്കുമ്പോൾ, ആരുമില്ലാതെ കറുത്ത പുസ്തകവും എടുത്ത് കണ്ടാൻ ഇറങ്ങിയ ആൾക്കാർ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന്റെ നടുവിൽ എനിക്ക് സാമ്പത്തികമായ ഒരു ആവശ്യം വളരെ പ്രധാനപ്പെട്ട ആവശ്യമായിരിക്കുകയാണ്. കാരണം അക്കുവിന്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുക, ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിനകത്ത്. അന്ന് ഒരു ദിവസം എനിക്ക് ഏകദേശം 25,000 രൂപ വേണം. എന്റെ കയ്യിൽ പൈസയിൽ ഞാൻ ജോലിക്ക് പോകാൻ പറ്റത്തില്ല, ഞാൻ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു അമ്മച്ചി, ഏകദേശം 80 വയസ്സുണ്ട്, തനിക്ക് മക്കള് തന്നെ തള്ളിക്കളഞ്ഞതാ. താൻ അനാഥയായി വേറൊരു സഹോദരന്റെ ഭവനത്തിനകത്ത് അവരെ ആശ്രയിച്ച് ജീവിക്കുകയാണ്. ഒരു ദിവസം രാത്രി അമ്മച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ വീട്ടിലോട്ടൊന്ന് വരണം. ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ അമ്മച്ചി ഒരു കെട്ട് നോട്ട് എടുത്ത് എന്റെ കയ്യിൽ തന്നു. ഞാൻ ചോദിച്ചു, എന്താ അമ്മച്ചി ഇത്? അമ്മച്ചി പറഞ്ഞു, എന്റെ വസ്തു ഞാൻ വിറ്റതിന്റെ ദശാംശം ഞാൻ മോന് തരാൻ വേണ്ടി വിളിച്ചതാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, ആ അമ്മച്ചിക്ക് ഹല്ലേലൂയ ആ പൈസ തരുവാൻ തോന്നിയത് എന്താണെന്ന് അറിയാമോ? ദൈവത്തിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ട്, മറ്റുള്ളവർ കൈവിട്ടത് കൊണ്ട്, ആ ദൈവമുഖത്തേക്ക് നോക്കി കണ്ണുനീർ ഒഴുക്കിയത് കൊണ്ട് ദൈവത്തിന്റെ വഴികളെ തുറന്നു. ഇന്ന് പകൽക്കാലവും പറയാം, ദൈവമുഖത്ത് നോക്കിയാൽ നിങ്ങൾ ആരും ലജ്ജിച്ചു പോകത്തില്ല. ദൈവത്തെ നോക്കി പഠിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ നോക്കാതെ ദൈവമുഖത്ത് നോക്കാം, അവൻ നിങ്ങളെ ലജ്ജിപ്പിക്കത്തില്ല. എത്ര ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ അത്ഭുത മന്ത്രിയാ, അവൻ വീരനാം ദൈവമാണ്. നമുക്ക് ശൂന്യതയുടെ നടുവിൽ ജീവിച്ചവൾ, തകർച്ചകളുടെ നടുവിൽ ജീവിച്ചവൾ, അവളുടെ ജീവിതത്തിനകത്ത് കണ്ണീരിന്റെ കഥ മാത്രമേ പറയുവാനുള്ളൂ. എന്നാൽ അവൾ യഹോവയിൽ ആശ്രയിച്ച് കടന്നു വന്നപ്പോൾ, സർവശക്തന്റെ ചിറകിൽ ആശ്രയിക്കുവാൻ വേണ്ടി അവൾ കടന്നു വന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവളുടെ ജീവിതം സന്തോഷമാവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു? എത്ര പേർ ദൈവത്തിന് നന്ദി കരയറ്റുന്നു? പറയാൻ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമുഖത്ത് നോക്കിയാൽ അവൻ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. നിങ്ങൾക്കറിയാം, ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞ, ഒരു ദിവസം ഞാനിങ്ങനെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയാണ്. ബാംഗ്ലൂരിൽ ആദ്യമായി ചെന്ന് താമസിക്കുമ്പോൾ ആശ്രയിക്കാൻ ആരുമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്റെ സ്കൂട്ടറിലെ പെട്രോൾ തീർന്നു പോയി. ഞാൻ തുറന്നു നോക്കി, വറ്റിപ്പോയി. എന്റെ കയ്യിൽ അടിക്കാൻ പൈസ ഇല്ല. ഞാൻ അന്ന് PG വർഗീസിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു, PG വർഗീസിന്റെ ഭവനത്തിനകത്ത് മണ്ണെണ്ണ തീർന്നു പോയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച് കൈവച്ച് മണ്ണെണ്ണ ഇല്ലാതെ സ്റ്റൗ കത്തിച്ചത്. ഞാൻ ഓർത്തു, ആ ദൈവം തന്നെയല്ലേ എന്റെ ദൈവം? നിങ്ങൾക്കൊരു പക്ഷെ തമാശയായിട്ട് തോന്നാം. ഞാൻ ആ വണ്ടിയുടെ മുകളിൽ കമന്ന് കിടന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ വണ്ടിക്കകത്ത് പെട്രോൾ ഇല്ലാതെ അടിക്കാൻ എന്റെ പൈസ ഇല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അങ്ങയുടെ അത്ഭുതം എന്റെ പകൽക്കാലം ഒന്ന് വെളിപ്പെടണം. ഞാൻ വിശ്വാസത്തോടെ കണ്ണടച്ച വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തു 3 ദിവസം ആ വണ്ടി ഓടി. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. 3ാമത്തെ ദിവസം ഒരു ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ ഒരു ദൈവദാസൻ ഒരു 100ന്റെ നോട്ട് എടുത്ത് എന്റെ കയ്യിൽ തന്നു. ഞാൻ അത് കൊണ്ടുപോയി നേരെ പെട്രോൾ ഒഴിച്ചു. അതുവരെ ഇടയ്ക്ക് തുറന്നു നോക്കാൻ ഭയമായിരുന്നു. കാരണം വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാലും ഇതെങ്ങനെയാ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തെ രുചിച്ചറിഞ്ഞാൽ, ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ അവന്റെ പ്രവർത്തികൾ ഒരിക്കലും നിൽക്കത്തില്ല. ഇന്നലെ കർത്താവിന്റെ ദാസൻ സാമുവൽ കോശിപ്പാസ് നമ്മുടെ നടുവിൽ പറഞ്ഞു, പാത്രത്തിനകത്ത് എണ്ണ നിറയുന്ന കാര്യം. ശൂന്യമായ പാത്രങ്ങൾ കൊണ്ട് വെച്ചപ്പോൾ അതിനകത്ത് എണ്ണ നിറയുക. എവിടുന്നാ ഇത് ഹല്ലേലൂയ വർദ്ധിക്കുന്നത്? ഹല്ലേലൂയ. അതാ വചനം പറഞ്ഞു, ഇല്ലായ്മയിൽ നിന്നും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവർ. എത്ര ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതല്ല നാം വിശ്വസിക്കേണ്ടത്. ഒരു ഭക്തൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഇല്ലായ്മയുടെ നടുവിലും എന്നെ നടത്തുവാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. തകർച്ചകളുടെ നടുവിലും എന്നെ ഉദ്ധരിക്കുവാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. മനുഷ്യർ പറയുന്ന വാക്കുകൾക്ക് അപ്പുറത്ത് ഞാൻ ആരാണെന്ന് അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്.
എത്ര പേർ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു? എത്ര പേർ ദൈവത്തിന് നന്ദി കരയറ്റുന്നു? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനെ വിശ്വസിച്ചാൽ അവൻ കൈവിടുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ബോവസ് അവളെ അനുഗ്രഹിച്ചത്. നീ വന്ന ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഹല്ലേലൂയ. 2-ാം അധ്യായം നമ്മളിപ്പോൾ വായിച്ച ആ വാക്യം ഒന്നുകൂടെ വായിച്ചാണ്. അവിടെ പറഞ്ഞു കേട്ടോ, ബോവസ് പറയുക, നീ ആശ്രയിച്ചു വന്നത് യഹോവയിലാണ്. ബോവസിൽ പോലും അല്ല അവൾ ആശ്രയിച്ചത്. ബോവസിന്റെ വയലിൽ അവൾ ആശ്രയിച്ചില്ല. ബോവസിന്റെ ശക്തിയിലോ കഴിവിലോ അവൾ ആശ്രയിച്ചില്ല. പക്ഷേ ഇസ്രായേലിന്റെ യഹോവയിൽ ആശ്രയിച്ചു വന്ന രൂത്തിനെ നോക്കി ബോവസ് പറയുക, സർവശക്തനായ ദൈവം നിനക്ക് പ്രതിഫലം തരുമാറാകട്ടെ. പിന്നത്തേതിൽ ബോവസ് ഇവളെ വിവാഹം കഴിക്കുമ്പോൾ യേശുവിന്റെ പിതാമഹനായി ഓബേദിനെ ആ പുസ്തകത്തിൽ നാം കാണുമ്പോൾ അല്ലെങ്കിൽ നോക്ക്, ജാതികളിൽ നിന്നും ഒരുവളെ ദൈവം സ്വീകരിച്ച വിധങ്ങളാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ, എലീമേലെക്കിന്റെ പിന്മാറ്റം ഒരു മോവാബ്യ സ്ത്രീയുടെ അനുഗ്രഹത്തിന് കാരണമായി. മനസ്സിലായോ? എലീമേലെക്ക് യഹൂദ ജനത്തിന്റെ ചിത്രമായി നമ്മൾ കാണുന്നു. ദൈവജനം വഴിവിട്ട് ദൈവത്തെ വിട്ടുമാറിയപ്പോൾ രക്ഷ ജാതികളിലേക്ക് കടന്നു വന്നു. ജാതികളായി നമ്മൾ രൂത്തിനെ കാണുന്നു. മോവാബ്യ സ്ത്രീയായ രൂത്ത് ഒരു ജാതികമായ അവസ്ഥയിൽ നിന്നും ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്തോത്രം. എത്ര പേർ ദൈവത്തിന് നന്ദി കരയറ്റുന്നു? സ്തോത്രം. ഇപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കിക്കുക, നമ്മുടെ യോഗ്യത എന്തായിരുന്നു? നമ്മുടെ പിതാവായിരുന്നു അബ്രഹാം. നമ്മൾ യഹൂദജനമായിരുന്നു. നമ്മൾ എവിടെയോ കിടന്ന് ആർക്കും വേണ്ടാത്ത പൗലോസ് പറഞ്ഞതുപോലെ കാട്ടൊലിവായിരുന്ന നിന്നെയും അവൻ നാട്ടൊലിവാക്കി തീർക്കുവാൻ പ്രസാദം തോന്നി. ഹല്ലേലൂയ. സാക്ഷാൽ കൊമ്പിനെ ഒടിച്ചു കളഞ്ഞ് ഹല്ലേലൂയ അതിന്റെ മേലേക്ക് കൊണ്ടുവന്ന് കാട്ടൊലിവിനെ ഒട്ടിച്ചു വെച്ച് അവന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ അവന്റെ സ്നേഹത്തിനായിട്ട് എത്ര പേർ നന്ദിയോടെ സ്തോത്രം കരയിട്ടു? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് തള്ളപ്പെട്ട് കിടന്നത്, ആർക്കും വേണ്ടാതെ കിടന്നത്, ശൂന്യമായി കിടന്നത്, ആരും തിരിഞ്ഞു നോക്കാതിരുന്നത് അവൻ ചേർത്ത് വെച്ചപ്പോൾ അവനിൽ നിന്നും ഉത്ഭവിച്ച ആ ജീവന്റെ ഹല്ലേലൂയ ബലമായി തീരുവാനിടയായി തീർന്നു. സ്തോത്രം. കാട്ടൊലിവായിരുന്ന എന്നെയും നിങ്ങളെയും അവൻ നാട്ടൊലിവാക്കി തീർത്തു. ഹല്ലേലൂയ. കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു കൊണ്ടിരുന്നവരെ ഹല്ലേലൂയ അവൻ അവന്റെ മക്കളാക്കി തീർത്തു. എത്ര പേർ ദൈവത്തിന് സ്തോത്രം കരയിട്ടുന്നു? ഇതൊക്കെ ഓർത്താൽ, ഈ പദവി ഓർത്താൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്. അവന്റെ മഹത്വം എത്ര വലിയതാണ്. ഹല്ലേലൂയ. 4-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം. 4-ാം അധ്യായം 14-ാം വാക്യം. നോക്ക്, ഇവിടെ നവോമി ഒഴിഞ്ഞവരായിട്ടാണ് അവിടേക്ക് കടന്നു വന്നത്. ഇപ്പോൾ ഈ ജനം വിളിച്ചു പറയുകയാണ്. എന്തോ പറയുന്നത്? ഒരിക്കൽ കൂടെ ആ വാക്യം വായിച്ചു. സ്ത്രീകൾ കൂടി വന്ന് നവോമിയോട് പറയുകയാണ്, യഹോവ വാഴ്ത്തപ്പെട്ട. ഈ പുസ്തകത്തിൽ നിങ്ങൾ നോക്കിക്കുക, യഹോവ വാഴ്ത്തപ്പെട്ട. ബോവസ് പറയുക യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അല്ലെങ്കിൽ ഈ സ്ത്രീകൾ പറയുക യഹോവ വാഴ്ത്തപ്പെട്ടവൻ. നോക്ക്, ക്ഷാമകാലത്ത് വിട്ടുപോയെങ്കിലും മടങ്ങി വന്നപ്പോൾ അവിടെയും വിശുദ്ധമായി ജീവിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവൾ മടങ്ങി വന്നപ്പോൾ ഇവളുടെ കുറവുകൾ എല്ലാവരും കണ്ടത് ശൂന്യമായി. അവളുടെ ഹല്ലേലൂയ മക്കൾ മരിച്ചുപോയി, അപ്പൻ മരിച്ചുപോയി, ഹല്ലേലൂയ അവളുടെ ഭർത്താവ് മരിച്ചുപോയി. ഒന്നുമില്ലാത്തവളായി അവൾ കടന്നു വന്നു. സ്തോത്രം. എന്നാൽ നിങ്ങൾ കണ്ടോ, ഇപ്പോൾ ഇവളെ ഈ ദേശത്തിൽ എല്ലാവരും അറിയാനിടയായി. കാരണം അവൾക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരനെ ദൈവം ഒരുക്കിയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വീണ്ടെടുപ്പുകാരൻ നവോമിയെ ഹല്ലേലൂയ തന്റെ ഭവനത്തിലേക്ക് ചേർത്തപ്പോൾ അവളുടെ നഷ്ടപ്പെട്ടു പോയ സകല സ്വത്തുക്കളും വീണ്ടെടുക്കുവാനിടയായി. സ്തോത്രം. ഒരിക്കൽ അവളുടെ അവകാശം ഉണ്ടായിരുന്നത് എലീമേലെക്കിന്റെ അവകാശത്തിൽ ഉണ്ടായിരുന്ന സകലതും നഷ്ടപ്പെട്ടു പോയപ്പോൾ ദൈവം രൂത്തിൽ കൂടെ അത് ഈ ഭവനത്തിലേക്ക് മടക്കി കൊടുക്കുകയാണ്. ഓ ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കേ, രൂത്ത് എന്ന് പറഞ്ഞൊരു മോവാബ്യ സ്ത്രീ
എലീമലേക്കിന്റെ ഭവനത്തിനകത്ത് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ എലീമലേക്കിന്റെ പേരെന്നേക്കുമായി അവിടുന്ന് മായ്ക്കപ്പെട്ടു പോയനെ. എന്നാൽ ഒരുവൾ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറായി തന്റെ അമ്മായിമ്മയുടെ പുറകിൽ ഇറങ്ങി തിരിച്ചപ്പോൾ ആ എലീമലേക്കിന്റെ കുടുംബത്തിനോട് ദൈവത്തിന് കരുണ തോന്നുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവൾ ഈ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ അവൾ ആശ്രയിച്ചത് ഒന്ന് മാത്രമേ ഉള്ളൂ. അവളുടെ അമ്മായിമ്മയെ പോറ്റിക്കൊണ്ട് അവൾക്ക് അവളുടെ ദൈവത്തെ സ്തുതിക്കണം. അവൾ അറിഞ്ഞ ദൈവത്തെ ആരാധിക്കണം. എന്നാൽ ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടവളുടെ ജീവിതത്തിൽ പിന്നത്തെ ദൈവം വലിയ നന്മയ്ക്ക് വേണ്ടി വഴികൾ തുറന്നു. ഒരു കാലത്ത് പെന്തക്കോസ്ത് പ്രസ്ഥാനം ലോകത്തുണ്ടായപ്പോൾ ശൂന്യതകളുടെ നടുവിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. ഹല്ലേലൂയ. നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കറിയാം, അനേകർ ഹല്ലേലൂയ തള്ളപ്പെട്ടവരായി ഭവനങ്ങളിൽ നിന്നും പുറത്തുപോയി. എനിക്കറിയാം, എന്റെ കുഞ്ഞിലെയൊക്കെ ഹല്ലേലൂയ പെന്തക്കോസ്തുകാർ വീട്ടിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അനേകരും അവജ്ഞയോടാ കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഹല്ലേലൂയ പുറജാതിക്കാരെന്ന് പറയും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇന്ന് നമുക്കും ഈ രക്ഷ ലഭിക്കുവാൻ കാരണമായത് അന്ന് വില മുടക്കിയ ചില ദൈവമക്കളാണ്. സ്തോത്രം. ഈ സുവിശേഷം നമ്മുടെ ഭവനത്തിനകത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും യേശുവിനെ അറിയുമോ? ഈ സന്തോഷം അനുഭവിക്കുമോ? നമ്മുടെ സഭയ്ക്കാട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിൽ സുവിശേഷം എത്തിക്കുവാൻ വേണ്ടിയുള്ള ആ ദർശനം. ഹല്ലേലൂയ. അതുകൊണ്ട് അവൾ വിളിച്ചു പറഞ്ഞു. ഒരിക്കൽ കൂടെ വാക്യം വായിച്ചാൽ 4-ാം അധ്യായം 14 മുതൽ 16 വരെ വായിച്ചാൽ അവന്റെ പേര് ഇസ്രായേൽ വിസ്തൃതമായിരിക്കട്ടെ, അവൻ നിനക്ക് ആശ്വാസപ്രദനും ആമേൻ. ഹല്ലേലൂയ. റോമാലേഖനം 11-ാം അധ്യായം 11-ാം വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദവർക്ക് വായിച്ചാൽ. റോമാലേഖനം 11-ാം അധ്യായം 11-ാം വാക്യം. പൗലോസ് പറയുകയാണ്, ജാതികൾക്ക് രക്ഷ വരുത്തുവാൻ വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. നമ്മൾ ഈ പുസ്തകം തുടങ്ങുമ്പോൾ കാണുന്നത് വളരെ കഷ്ടതയും പ്രയാസവുമാണ്. ഹല്ലേലൂയ. അവിടെ നമ്മൾ മരണം കാണുന്നു, അവിടെ നമ്മൾ ഒറ്റപ്പിടിയിൽ കാണുന്നു, അവിടെ നമ്മൾ തകർച്ച കാണുന്നു, അവിടെ ദുഃഖം കാണുന്നു. എന്നാൽ ഈ പുസ്തകം അവസാനിക്കുമ്പോൾ സന്തോഷവും സമൃദ്ധിയും സന്താനലബ്ധിയും കാണുന്നു. സ്തോത്രം, സ്തോത്രം. യഹോവയിൽ കടന്നു വന്ന് പ്രമോദിക്കുമ്പോൾ അവിടെ സന്തോഷമുണ്ട്, അവിടെ ആനന്ദമുണ്ട്, അവിടെ സന്താനലബ്ധിയുണ്ട്. എത്ര പേർ ദൈവത്തിന് സ്തോത്രം കരയിട്ടുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓബേദ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ദാസൻ, ശുശ്രൂഷകൻ, ആരാധകൻ, ഇങ്ങനെയെല്ലാം വരും. ഓബേദ്. ഈ ഓബേദ് എന്നുള്ള പേരിടുന്നത് നവോമിയല്ല, അവിടെ കൂടി വന്ന ജനമാണ് ഈ പേരിടുന്നത്. എത്ര വലിയ മഹത്വമല്ലേ! നമ്മൾ സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പേരിടും. എന്നാൽ ഇവിടെ ഒരു വലിയ സാക്ഷ്യം നടക്കുക. ഈ യഹൂദ ജനത്തിന്റെ നടുവിൽ വലിയൊരു സന്തോഷം നടക്കുകയാണ്. കാരണം സർവശക്തനായ ദൈവം ഈ കുടുംബത്തിൽ ജനിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്തപ്പോൾ അവരുടെ കുറവുകളെ ഒന്നുമല്ല അവൻ നോക്കിയത്, അവൈലബിലിറ്റിയാണ് നോക്കിയത്. ഓർപ്പ ഒരിക്കലും അവന് വേണ്ടി കാത്തിരുന്നില്ല. ഓർപ്പ അവളുടെ ദൈവങ്ങളെ തേടിപ്പോയി. എന്നാൽ ഹല്ലേലൂയ, രൂത്ത് ദൈവത്തിൽ ആശ്രയിച്ചു വന്നപ്പോൾ ദൈവം അവൾക്ക് വേണ്ടി സർവശക്തമായ നിലവാരത്തിൽ പ്രവർത്തിച്ചു. നമുക്കറിയാം, ഈ പുസ്തകത്തിൽ നമ്മൾ 4 സ്ത്രീകളെ കാണുന്നുണ്ട്. 1 താമാർ, 2 രൂത്ത്, 3 രാഹാബ്, 4 മറിയ. ഈ 4 സ്ത്രീകളും വ്യത്യസ്തരായി നമ്മൾ ഈ പുസ്തകത്തിൽ കാണപ്പെടുന്നു. ഒന്ന് യഹൂദയിൽ നിന്നും ഹല്ലേലൂയ കുഞ്ഞു മകനുണ്ടായ താമാർ, അല്ലെങ്കിൽ സ്വന്തം അമ്മായിപ്പനിൽ നിന്നും കുഞ്ഞുണ്ടായ താമാർ. നിങ്ങൾക്ക് ഒരു പക്ഷേ ആ കഥ അറിയാമായിരിക്കും. അറിയാൻ വയ്യാത്തൊരു വീട്ടിൽ പോയി ഉൽപ്പത്തി പുസ്തകം എടുത്ത് വായിച്ചാൽ വളരെ മനസ്സിലാവും. ഇതേപോലെ തന്നെ ദേവരധർമ്മം നിർവഹിക്കുവാൻ സാധിക്കാതെ ആ ഭവനത്തിൽ ഒരു കുഞ്ഞുണ്ടാകാതെ അവിടെ വെച്ച് തീർന്നു പോകേണ്ടതായിരുന്നു താമാർ. പക്ഷേ താമാറിന്റെ തന്ത്രപൂർവമായ ഇടപെടൽ മുഖാന്തരം യഹൂദ കുടുംബത്തിൽ യേശു പിറക്കുവാൻ ഇടയായി തീർന്നു.
പിശാചിന്റെ പ്രവൃത്തി എപ്പോഴും നിന്റെ നന്മയെ മുടക്കുക എന്നുള്ളതാണ്. പിശാചിന്റെ പ്രവൃത്തി എപ്പോഴും ഒരു ദൈവിക വാഗ്ദത്തത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. എത്ര പേർക്ക് മനസ്സിലാക്കണം? സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കയീൻ സ്വന്തം സഹോദരനായ ഹാബേലിനെ കൊന്നു. സ്തോത്രം. അവൻ പുറകിന് നടക്കുക, മാനവരാശിയുടെ പുറകിന് നടക്കുക. എന്നാ ഈ യേശു ജനനം എടുക്കുമെന്ന് അവൻ അറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി വലുതായിരുന്നു. നോക്ക്, താമാർ ദൈവത്തിന്റെ വചനപ്രകാരം നിൽക്കുവാൻ ഇടയായി തീർന്നു. പിന്നീട് വരുമ്പോൾ നമുക്ക് കാണാം, രാഹാബ് എന്ന് പറഞ്ഞൊരു വേശ്യ, അവളുടെ പാർപ്പ് പട്ടണത്തിന്റെ കോട്ടവാതിലിന്റെ മുകളിലാണ്. ഒറ്റുകാർ കടന്നു വന്നപ്പോൾ അല്ല അവർക്ക് താമസിക്കുവാൻ, അവർക്ക് ഒളിച്ചിരിക്കുവാൻ ഇടം കൊടുത്തത് രാഹാബ് എന്ന് പറഞ്ഞ സ്ത്രീയാണ്. സ്തോത്രം. യോശുവയും കാലേബും അവളോട് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്, ഞങ്ങൾ മടങ്ങി വരുമ്പോൾ നിന്നെ വിടുവിച്ചുകൊള്ളാം. സ്തോത്രം. നോക്ക്, ഒരുത്തിയുടെ രക്ഷ കണ്ടോ? അവൾ ഇസ്രായേലിന്റെ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ, ദൈവദാസന്മാരെ മാനിച്ചപ്പോൾ അവളും അവളുടെ കുടുംബവും രക്ഷപ്പെട്ടു. എത്ര ദൈവത്തിന് സ്തോത്രം കരയിട്ടുണ്ടോ? സ്തോത്രം. ദൈവത്തിൽ ആശ്രയിച്ച് ഇറങ്ങി പുറപ്പെട്ടവരെ ഒരിക്കലും തള്ളിക്കളഞ്ഞ ചരിത്രം ദൈവത്തിന്റെ വചനത്തിനകത്തില്ല. ഇന്നലെ കർത്താവിദാസൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് സന്തോഷിക്കരുത്. കാരണം നാളുകൾക്ക് മുമ്പ് തന്റെ സഹോദരി തന്റെ വൈഫ് ക്യാൻസറായി ബുദ്ധിമുട്ടിലായിരുന്നപ്പോൾ ദൈവം അത്ഭുതം ചെയ്തു. അത് അനുഭവമുള്ളവർക്കേ പറയാൻ പറ്റത്തുള്ളൂ. ദൈവം ചെയ്ത അത്ഭുതങ്ങൾ രുചിച്ചറിഞ്ഞവർക്ക് അതിനെ മഹത്വപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ ഒരു 2 വാക്ക് പറയുമ്പോൾ തന്നെ അവിടെ വിടുതല. സ്തോത്രം. എത്ര ദൈവത്തിന് നന്ദി കരയട്ടെ. അനുഭവങ്ങൾക്കകത്തൂടെ പറയുന്ന വാക്കുകളിലാണ് ദൈവിക വിടുതലുകൾ ചലിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. കാണാതെ പഠിച്ചു വെക്കുന്ന ഒരു പ്രസംഗമല്ല, അതിനപ്പുറത്ത് മറ്റുള്ളവരുടെ പ്രസംഗം പറയുന്നതല്ല. അതിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ മറ്റുള്ളവരോട് ഘോഷിക്കുമ്പോൾ അവിടെ ദൈവിക വിടുതലുകൾ നടക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ കാണുകയാണ്, ഈ കുടുംബത്തിലേക്ക് രാജാവ് പിറക്കുകയാണ്. തുടക്കം ദുഃഖകരമായിരുന്നു, തുടക്കം ക്ലേശകരമായിരുന്നു, തുടക്കം തള്ളപ്പെടലുകളായിരുന്നു. എന്നാൽ ഒടുക്കം വന്നപ്പോൾ ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് പിറക്കുന്ന കുടുംബമായി ഈ പുസ്തകം അവസാനിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ന്യായാധിപന്മാരുടെ കാലത്ത് ജനങ്ങൾക്ക് രാജാവില്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞ് അവസാനിച്ചപ്പോൾ റൂത്തിന്റെ പുസ്തകം അവസാനിക്കുന്നത് ഒരു രാജാവിനെ കാണിച്ചുകൊണ്ടാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയാം, ന്യായാധിപന്മാരുടെ പുസ്തകം അവസാനിക്കുമ്പോൾ യഹൂദാ ജനത്തിന് രാജാവില്ലാതെ കാണപ്പെടുമ്പോൾ രൂത്തിന്റെ പുസ്തകം അവസാനിക്കുന്നത് യഹൂദാ ജനത്തിന്റെ ഒരു രാജാവിനെ കാണിച്ചുകൊണ്ടാണ്. ദാവീദിന്റെ പേരവിടെ പറയുക. സർവശക്തനായ യേശു ദാവീദിന്റെ കുടുംബത്തിൽ ജനിക്കും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അത് അവസാനിക്കുമ്പോൾ ഒരു ജീനിയോളജി പറഞ്ഞ നിർത്തുന്നത്. അവസാനത്തെ വാക്കുകളൊന്ന് വായിക്കാമോ? അത് വായിച്ച് നമുക്ക് നിർത്താം. ആമേൻ. ഇത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുവാൻ വേണ്ടി വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വംശാവലി മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. മത്തായിയുടെ സുവിശേഷം കാണുമ്പോഴും ലൂക്കോസിന്റെ സുവിശേഷം കാണുമ്പോഴും ദാവീദിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ജോസഫും മറിയയും ഉണ്ടാകുന്നത്. സ്തോത്രം. ദാവീദിന്റെ കുടുംബത്തിൽ നിന്നും ആരുണ്ടായി? ജോസഫും മറിയയും ഉണ്ടായി. രണ്ടുപേരും ഒരേ കുടുംബത്തിൽ നിന്നാണ്. നമുക്ക് ആ വംശാവലി നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം. ഈ വംശാവലിയുടെ അവസാനം വരുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശു കർത്താവ് ഈ കുടുംബത്തിൽ ജനിച്ചതായി കണ്ടു. ഞാൻ ഈ പുസ്തകം കൂടെ ക്ലോസ് ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് താഴ്ത്തിക്കൊടുത്താണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളിതിൽ നിന്ന് പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്തോത്രം. നമുക്ക് വേണ്ടി ഈ കാൽവരി ക്രൂശിൽ യാഗമായി ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സ്നേഹം ഇന്ന് പകലിൽ നമ്മുടെ കൂടെയുണ്ട്. ഉയർപ്പിന്റെ പ്രഭാതമായി ലോകം മുഴുവൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആ സർവശക്തനിൽ ആശ്രയിച്ച് കടന്നു വന്ന നിങ്ങളെ ഓരോരുത്തരെയും അവന്റെ ചിറകിന്റെ മറവിൽ അവൻ മറയ്ക്കുന്ന ദൈവമാണ്. എത്ര ദൈവത്തിന് നന്ദി കരയേറ്റുണ്ട്.
എത്ര പേർ കർത്താവിന് നന്ദിയോടെ സ്തോത്രം കരയിപ്പിക്കും? ഹല്ലേലൂയ. കരങ്ങളൊന്ന് ശക്തിയോടെ അടിച്ച് കർത്താവിന് നന്ദിയോടെ സ്തോത്രം കരയിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ദൈവ സ്നേഹത്തെ കുറിച്ച് ഓർത്താൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ സാധിക്കത്തില്ല. സ്വർഗം കാട്ടിയ ഏറ്റവും വലിയ അത്ഭുതം ആ കാൽവരിയിൽ സ്വന്തം പുത്രൻ നമുക്ക് വേണ്ടി പിടഞ്ഞ് മരിച്ചു എന്നുള്ളതാണ്. അവൻ നമുക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവാണ്. അതുകൊണ്ട് നമുക്ക് ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാ നിത്യ സ്നേഹമേ എന്നുള്ള പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാം. ഇത്രത്തോളം താഴെ
ജീവനേകും ദൈവകുഞ്ഞാടിനെ നന്ദി ചൊല്ലാൻ നാവു പോരാ. എന്തു നൽകും പകരമായി തുല്യമാ ഒന്നുമില്ലയാതനെ. എന്തു നൽകും പകരമായി തുല്യമാ ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ അന്ത്യത്തോളം പാടും ഞാൻ ദേവാ. എത്രത്തോളം താങ്കളെന്നെ സ്നേഹിച്ചുവല്ലോ. എല്ലാ ജനങ്ങളും കർത്താവിനെ പാടിക്കട്ടെ. കർത്താവിനോട് സ്നേഹമുള്ളവരുടെ കാലാന്തരങ്ങൾ തുറന്ന് കർത്താവെ ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്തു പറഞ്ഞത് ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ,